നമസ്കാരം. മാസ്റ്റർ കീയിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ സൈക്കോസെക്ഷൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻ്റ് ആണ് അല്ലേ. ഡെവലപ്മെൻ്റൽ തിയറിയുടെ ഒരു ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ വളരെ ആദ്യമേ തന്നെ വന്ന ഒരു തിയറിയാണ് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ സൈക്കോസെക്ഷൽ തിയറി എന്ന് പറയുന്നത്. അതായത് ഒരു കാലഘട്ടത്തിൽ മെൻ്റൽ ഹെൽത്തൊക്കെ ഒരു ടാബു ആയിരുന്ന സമയം അല്ലേ, ധാരാളം മിത്തുകളും മിസ്കൺസെപ്ഷൻസും ഒക്കെ നിന്ന ഒരു കാലഘട്ടത്തിൽ മെൻ്റൽ ഹെൽത്ത് ഡിസീസസിനെ അല്ലേ, ഹിസ്റ്റീരിയ എന്നൊക്കെ പോലെയുള്ള മെൻ്റൽ ഹെൽത്ത് ഡിസീസസിനെ ഒരു രോഗമാണെന്നും അതിനെ ശാസ്ത്രീയമായിട്ട് അപ്രോച്ച് ചെയ്യപ്പെടേണ്ടതാണെന്നും അതൊക്കെ ചികിത്സിക്കപ്പെടേണ്ടതാണെന്നും എന്നൊക്കെയുള്ള വാദങ്ങളുമായിട്ട് പഠനങ്ങളുമായിട്ട് അല്ലേ, എക്സ്പെരിമെൻറ്റുകളൊക്കെ കുറവായിരുന്നു എന്നുള്ള ക്രിറ്റിസിസമൊക്കെ ഫ്രോയിഡ് തിയറിക്ക് ഉണ്ട്. എങ്കിലും സൈക്കോളജി എന്ന് പറയുന്ന ശാസ്ത്രശാഖയ്ക്ക് ഒരു ഫൗണ്ടേഷനും ഇന്നും ഈ കാലഘട്ടത്തിലും സൈക്കോഡൈനാമിക്സ് ഒക്കെ പോലെയുള്ള സൈക്കോളജിയുടെ അപ്രോച്ചുകൾക്കുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വളരെ റെലവൻ്റ് ആയിട്ട് നിൽക്കുന്ന ചില തിയറികളുമായിട്ട് 1896 കാലഘട്ടങ്ങളിലൊക്കെ നമ്മളുടെ ശാസ്ത്രലോകത്ത് അല്ലെങ്കിൽ സൈക്കോളജിയുടെ ഒരു സയൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ഒക്കെ ചെയ്ത മറക്കാനാവാത്ത വളരെ ലാൻഡ്മാർക്കിംഗ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റാണ് സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്നത്. സിഗ്മണ്ട് ഫ്രോയിഡ് നമുക്ക് പരിചയപ്പെടാം. അദ്ദേഹത്തിൻ്റെ സൈക്കോ അനലിറ്റിക്കൽ തിയറിയും സൈക്കോ സെക്ഷൽ തിയറി ഓഫ് ഡെവലപ്മെൻറ്റ്, അദ്ദേഹത്തിൻ്റെ തിയറികളെ പറ്റിയിട്ട് അദ്ദേഹത്തെ പറ്റി സംസാരിക്കുമ്പോൾ ഹീ ഈസ് ദ ഫൗണ്ടർ. സിഗ്മണ്ട് ഫ്രോയിഡ്, the founder of psychoanalysis, proposed one of the earliest and most influential theory of personality development എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സൈക്കോ അനാലിസിസിനെ പറ്റിയിട്ട് ഒന്ന് പറഞ്ഞു പോകാം. അദ്ദേഹത്തിൻ്റെ സൈക്കോ അനാലിസിസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനുകളെല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് സൈക്കോ അനാലിസിസ് എന്ന് പറയാം. സൈക്കോ അനാലിറ്റിക് ഈസ് എ ഫാദർ ഓഫ് സൈക്കോ അനാലിറ്റിക്കൽ തിയറി എന്നാണ് പറയുന്നത്. സൈക്കോ അനാലിസിസ് തിയറിയുടെ ഭാഗമായിട്ട് അദ്ദേഹം മൈൻഡിൻ്റെ അല്ലേ, ടൈപ്പോഗ്രഫിക്കൽ സ്ട്രക്ചർ ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞിട്ട് ഹ്യൂമൻ മൈൻഡിനെ 3 തിരിച്ചിട്ടുണ്ട്. അതായത് കോൺഷ്യസ്, സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ് എന്നിങ്ങനെയാണ് മൈൻഡിനെ അദ്ദേഹം തിരിച്ചിട്ടുള്ളത്. കോൺഷ്യസ്, സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ് എങ്ങനെയാണ്, അതായത് അദ്ദേഹം അതിനെ വിശദീകരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വെള്ളത്തിൽ കിടക്കുന്ന ഐസ്ബർഗിനോടാണ് അല്ലേ, വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു ഐസ്ബർഗിനോടാണ് മൈൻഡിനെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ മുകളിലുള്ള ഭാഗത്തെ പറയുന്നത് കോൺഷ്യസ് എന്നും ഈ വെള്ളത്തോട് ചേർന്ന് കിടക്കുന്ന മൈൻഡിൻ്റെ പാർട്ടിനെ അല്ലേ, ഐസിൻ്റെ പാർട്ടിനെ സബ് കോൺഷ്യസ് എന്നും, വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന മൈൻഡിൻ്റെ പാർട്ടിനെ നമ്മൾ അൺകോൺഷ്യസ് എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? അതായത് നമ്മൾ ബോധത്തിലിരിക്കുന്ന കോൺഷ്യസ് എന്ന് പറയുന്നതിൽ കോൺഷ്യസ് അൺകോൺഷ്യസ് എന്ന് പറയുന്ന ഈ കോൺസെപ്റ്റ് തന്നെയാണ് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ഒരു വലിയ കോൺട്രിബ്യൂഷനായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതായത് കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ചിന്തിക്കുന്ന, ഇപ്പം ഞാൻ എന്ന വ്യക്തി നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്ന അല്ലെങ്കിൽ എൻ്റെ ബോധം, എൻ്റെ ചിന്ത അല്ലേ, നൗ ആൻഡ് ദെൻ എന്ന് പറയും. ഇപ്പം എന്താണോ ഞാൻ ചിന്തിക്കുന്നത് അല്ലേ, ഇപ്പം ഞാൻ ആ ഭാഗത്തെയാണ് അല്ലേ, നൗ ആൻഡ് ദെൻ എന്ന് പറയുന്ന നമ്മളുടെ മൈൻഡിൻ്റെ പാർട്ടിനെയാണ് നമുക്ക് കോൺഷ്യസ് എന്ന് പറയും. നേരെ മറിച്ച് ഞാനിപ്പോൾ നിങ്ങളോട് പറയുമ്പോൾ എന്തെങ്കിലും ഓർത്തെടുക്കുന്നു അല്ലേ, ഫ്രോയിഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഓർത്തെടുക്കുകയാണ്. ഇനി എന്താണ് പുതിയൊരു വേർഡ് ഞാനിങ്ങനെ ഓർത്തെടുക്കുകയാണ് അല്ലേ, ആ ഓർത്തെടുക്കുന്നത് എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നാണ്. അതായത് എനിക്ക് റീകോൾ ചെയ്തെടുക്കാൻ പറ്റുന്ന എൻ്റെ മെമ്മറീസ്, എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന എൻ്റെ മെമ്മറീസും എൻ്റെ അനുഭവങ്ങളും എൻ്റെ വികാരങ്ങളും അല്ലേ, എൻ്റെ ഓർമ്മകളുമൊക്കെയാണ് സബ് കോൺഷ്യസ് മൈൻഡായിട്ട്
ഫ്രോയിഡ് പറയുന്നത്. അതല്ല എനിക്കിപ്പോൾ എനിക്ക് ട്രൈ ചെയ്താലും ഓർത്തെടുക്കാൻ പറ്റാത്ത, അല്ലേ, എൻ്റെ പല ബിഹേവിയറിനെയും, അല്ലേ, എൻ്റെ കോൺഷ്യസിലും മൈൻഡിലുള്ള അല്ലെങ്കിൽ കോൺഷ്യസ് സമയത്തുള്ള എൻ്റെ പല ബിഹേവിയറിനെയും കൺട്രോൾ ചെയ്യുന്ന ചില ഘടകങ്ങളുണ്ട്. അത് എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിലാണ്, അല്ലേ. ഞാൻ എൻ്റെ ഡിസയേഴ്സ്, അല്ലേ, സാധിക്കപ്പെടാതെ പോയിട്ടുള്ള ചില ഡിസയേഴ്സ്, പെയിൻഫുൾ ആയിട്ടുള്ള ചില എക്സ്പീരിയൻസസ്, അല്ലേ, കഴിഞ്ഞ കാലഘട്ടത്തിൽ പെയിൻഫുൾ ആയിട്ടുള്ള ചില എക്സ്പീരിയൻസ് മറന്നു പോയിട്ട് എനിക്ക് ഈ ബോധതലത്തിൽ ഓർത്തെടുക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. അൺകോൺഷ്യസ് മൈൻഡിലുള്ളത് അതാണ്, അല്ലേ. നമ്മളുടെ ഓർത്തെടുക്കാൻ പറ്റാത്ത കാൺട്ട് റീകോൾ, ബട്ട് അതെന്താണ്, ഡിസയേഴ്സ് ആണ്. എങ്ങനത്തെ ഡിസയേഴ്സ് ആണ്? അൺറിസോൾഡ് അല്ലെങ്കിൽ അൺറിസോൾഡ് നമ്മളുടെ ചില ഡിസയേഴ്സും നമ്മളുടെ വിഷസും, അല്ലേ, നമ്മളുടെ ചില ആഗ്രഹങ്ങളുമൊക്കെ നമ്മളുടെ ഒരു മൈൻഡിൽ നമ്മൾ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് നമ്മൾ പറയാറില്ലേ. പക്ഷെ അത് എങ്ങനെയെങ്കിലുമൊക്കെ നമ്മളുടെ കോൺഷ്യസ് മൈൻഡിലെ നമ്മളുടെ ബിഹേവിയറിനെയൊക്കെ അത് കൺട്രോൾ ചെയ്യും, അല്ലേ. അത് അദ്ദേഹം കുറേ ടെക്നിക്കുകളും ഫ്രീ അസോസിയേഷൻ്റെ സൈക്കോ അനാലിറ്റിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഫ്രീ അസോസിയേഷൻ അല്ലെങ്കിൽ ഹൈപ്നോട്ടിസം എന്നൊക്കെ പറയുന്ന പല ടെക്നിക്കുകളും ഉപയോഗിച്ചിട്ട്, അല്ലേ, എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഈ സബ് കോൺഷ്യസ് മൈൻഡിലെ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ അനലൈസ് ചെയ്താൽ, സബ് കോൺഷ്യസ് മൈൻഡിനോട് സംസാരിച്ചാൽ, സബ് കോൺഷ്യസ് മൈൻഡിനെ ഡിഗ് ചെയ്തെടുത്താൽ നമുക്ക് നമ്മളുടെ പല കോൺഷ്യസ് മൈൻഡിലുള്ള നമ്മളുടെ പല ആൻസൈറ്റികളെയും, അല്ലേ, നമ്മളുടെ പല സ്ട്രെസ്സിനെയും പല മെൻ്റൽ ഹെൽത്തിൻ്റെയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം സബ് കോൺഷ്യസ് മൈൻഡിനെ ട്രീറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെയാണ് ഫ്രോയിഡിൻ്റെ തിയറികളിൽ പറയുന്നത്. എന്താ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അദ്ദേഹത്തിൻ്റെ ടൈപ്പോഗ്രഫിക്കൽ തിയറി അല്ലെങ്കിൽ ടോപ്പോഗ്രഫിക്കൽ എന്ന് പറയുന്ന ഈ തിയറിയിൽ, ടോപ്പോഗ്രാഫിക്കൽ തിയറിയിൽ പറയുന്നത് കോൺഷ്യസ്, സബ് കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് മൈൻഡിനെ പറ്റിയിട്ടാണ്. അതായത് നമ്മളുടെ ബോധതലത്തെ, നമ്മളുടെ നൗ ആൻഡ് തെന്നിനെ കോൺഷ്യസ് എന്നും നമ്മൾ ഓർത്തെടുക്കാൻ പറ്റുന്ന നമ്മളുടെ ഓർമ്മകളെയും അനുഭവങ്ങളെയൊക്കെ സബ് കോൺഷ്യസ് എന്നും ഓർത്തെടുക്കാൻ പറ്റാത്തതും നമ്മളുടെ കോൺഷ്യസ് മൈൻഡിനെ അൺകോൺഷ്യസ്ലി നമ്മൾ പോലും അറിയാതെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന നമ്മളുടെ അൺറിസോൾവ്ഡ് ഡിസയറുകളെയും വിഷസ്സുകളെയും സ്വപ്നങ്ങളും എല്ലാം വരുന്നത് അത് മനസ്സിൻ്റെ ഏറ്റവും അടിത്തട്ടിലുള്ള, അതായത് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു ഐസ്ബർഗിൻ്റെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഭാഗം, അതിനെയാണ് നമ്മൾ അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് എന്നാണ് ഫ്രോയിഡിൻ്റെ സൈക്കോ അനാലിറ്റിക്കൽ തിയറികളുടെ ഒരു ഏരിയ. ടോപ്പോഗ്രഫിക്കൽ തിയറി എന്ന് നമുക്ക് അതിനെ പറയാം, അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് മൈൻഡ് എന്നും പറയാം. അദ്ദേഹത്തിൻ്റെ മറ്റൊരു തിയറി, അല്ലേ, നമ്മൾ അദ്ദേഹത്തിൻ്റെ സൈക്കോ സെക്ഷൽ തിയറിയിലേക്ക് പോകുമ്പോൾ മനസ്സിലാക്കേണ്ട മറ്റൊരു തിയറിയാണ് അല്ലെങ്കിൽ മറ്റൊരു കാഴ്ചപ്പാടാണ് സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി നമ്മളൊരു പറയുന്നത്, അല്ലേ, ഫ്രോയിഡിൻ്റെ സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന മറ്റൊരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിൽ എന്താന്ന് പറയുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ പേഴ്സണാലിറ്റി, അല്ലേ, ദ ഹ്യൂമൻ സൈക്കേ ഈസ് മെയ്ഡപ്പ് ഓഫ് 3 ഇൻറ്ററാക്റ്റിംഗ് കോമ്പോണൻ്റ്, പരസ്പരം ഇൻറ്ററാക്റ്റ് ചെയ്യപ്പെടുന്ന 3 കോമ്പോണൻറ്റ് ചേരുന്നതാണ് മനുഷ്യൻ്റെ പേഴ്സണാലിറ്റി എന്നാണ് ഫ്രോയിഡ് പറയുന്നത്. അതായത് അതിൽ ഒരെണ്ണം ഇഡാണ്, രണ്ടാമത്തത് ഈഗോ ആണ്, മൂന്നാമത്തത് സൂപ്പർ ഈഗോ എന്ന് പറയുന്ന ഭാഗമാണ്. ഓക്കെ, എന്തൊക്കെയാണത്? ഇഡാണ്, ഈഗോ ആണ്, സൂപ്പർ ഈഗോ, അല്ലേ, നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. എന്താണ് ഇഡ്, എന്താണ് ഈഗോ, എന്താണ് സൂപ്പർ ഈഗോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇഡിനെ നമ്മൾ പറയുന്നത് ദ ഇൻസ്റ്റിങ്ച്വൽ എന്നാണ്. അതായത് നമ്മളുടെ ഒരു പേഴ്സണാലിറ്റി, നമ്മളൊരു മനുഷ്യനുണ്ട്, ഇപ്പം നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ നന്നായിട്ട് വിശക്കുവാണ്, അല്ലേ, നന്നായിട്ട് വിശക്കുന്നു, നമുക്ക് ഭക്ഷണം കഴിക്കണം, അങ്ങനെ എങ്ങനെയെങ്കിലും ഭക്ഷണം കണ്ടെത്തി കഴിച്ചേ പറ്റുള്ളൂ എന്നുള്ള നമ്മളുടെ ഒരു ചിന്തയുണ്ടല്ലോ, ആ ചിന്തയെ നമുക്ക് ഇഡെന്ന് വിളിക്കാം. അതായത് നമുക്ക് ആ പ്ലഷർ, ആഹാരം കഴിച്ച് വയറ് നിറഞ്ഞിട്ട് നമുക്ക് സമാധാനമായിട്ടിരിക്കണം, അല്ലേ, അതൊരു പ്ലഷർ സീക്കിംഗ് ആണ്, അല്ലേ, നമുക്ക് ആ ബോധം നമുക്ക് വരിക, എങ്ങനെങ്കിലും ഭക്ഷണം കഴിക്കണം,
ആരുടെങ്കിലും നിന്നും മോഷ്ടിച്ചിട്ടാണെങ്കിലും നമുക്കിപ്പോൾ ഭക്ഷണം കഴിച്ചേ പറ്റുള്ളൂ അല്ലേ. ആരെങ്കിലും എടുത്തിരിക്കുന്ന ഭക്ഷണം എടുത്ത് അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുവന്ന ഭക്ഷണം എടുത്ത് കഴിച്ചിട്ടാണെങ്കിലും നമുക്കിപ്പോൾ അത് കഴിച്ചേ പറ്റൂ എന്നുള്ള ഒരു ബോധം നമുക്ക് വന്നു എന്ന് തോന്നുക. ആ ബോധത്തെ നമുക്ക് ഇഡെന്ന് വിളിക്കാം. എന്നാൽ നമ്മൾ വിചാരിക്കും അല്ലേ, നമ്മൾ വിചാരിച്ചു ആരുടെയെങ്കിലും ഭക്ഷണം എടുത്തിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും ഭക്ഷണം കഴിച്ചേ പറ്റുമെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മളുടെ മൈൻഡിൽ നിന്ന് വേറൊരു സ്വരം വരും അല്ലേ, ഇല്ല പറ്റില്ല, അങ്ങനെ മറ്റാരുടെയും ഭക്ഷണം എടുത്ത് കഴിക്കാൻ പാടില്ല, നമ്മൾ തന്നെ ഭക്ഷണം നല്ല രീതിയിൽ കണ്ടെത്തണം, കാശ് കൊടുത്ത് വാങ്ങണം അല്ലേ, നമ്മൾ വീട്ടിൽ പോയി കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കൺട്രോൾ ചെയ്ത് വരുന്ന ഒരു ഭാഗമുണ്ട് അല്ലേ. അവിടെ ഒരു ഭക്ഷണപ്പൊതി ഇരിക്കുകയാണ് അല്ലേ, മറ്റാരുടെയോ ഭക്ഷണപ്പൊതിയാണ്, അതെടുത്ത് കഴിക്കുക നമുക്ക് മൈൻഡ് നമ്മളോട് പറയുന്നെങ്കിൽ നമ്മളുടെ ഇഡാണ്. എന്നാൽ മറ്റൊരു പാർട്ട് നമ്മളോട് പറയുകയാണ്, ഇല്ല അതെടുത്ത് കഴിക്കാൻ പാടില്ല, അത് മറ്റൊരാളുടെ ഭക്ഷണമാണ്, എടുത്ത് കഴിച്ചാൽ അത് മോഷണമാണ്, അയാൾക്ക് ഭക്ഷണം കഴിക്കാനില്ലാതായി പോകും എന്നൊക്കെ നമ്മളുടെ ചില വാല്യൂസിൻ്റെ ബേസിൽ നമ്മളുടെ സോഷ്യലൈസേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള, നമ്മൾ സ്കൂളിലും നമ്മളുടെ പേരൻസിൻ്റെ അടുത്തു നിന്നൊക്കെ പഠിച്ചിട്ടുള്ള ചില വാല്യൂസിൻ്റെ ബേസിൽ നമ്മളെ കൺട്രോൾ ചെയ്യും. എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അപ്പോൾ നമുക്ക് വേറൊരു പാർട്ട് ഓഫ് മൈൻഡ് വരും. അതെ, നിങ്ങൾ പോകുമ്പോൾ ഇല്ല ഭക്ഷണം ഇപ്പോൾ വിശന്നപ്പോൾ കഴിച്ചേ പറ്റൂ, വേറെ വഴിയില്ല, ആ ഭക്ഷണ പൊതിയുള്ള ആളെടുത്ത് നമുക്ക് ചോദിച്ചിട്ട് അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ആ ഭക്ഷണം മറ്റൊരാളുടെ ഭക്ഷണം എടുക്കാൻ പാടില്ല, അത് തെറ്റാണ്, അതങ്ങനെ എടുത്താൽ മോഷണമാണ്, മറ്റൊരാൾക്ക് നമുക്ക് ചെയ്യുന്ന ദ്രോഹമാണെന്നൊക്കെ വിചാരിക്കുന്ന പാർട്ടിനെ നമുക്ക് സൂപ്പർ ഈഗോ എന്ന് വിളിക്കാം അല്ലേ. നമ്മളെ കൺട്രോൾ ചെയ്യുന്ന, നമ്മളുടെ തെറ്റിനെ പറ്റിയിട്ട് നമ്മളെ ബോധവാനാക്കുന്ന ഒരു മൈൻഡിൻ്റെ പാർട്ടുണ്ടെങ്കിൽ നമുക്കുണ്ടെങ്കിൽ അതിനെ നമ്മൾ സൂപ്പർ ഈഗോ എന്ന് വിളിക്കാം. അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ അടി കൂടിക്കൊണ്ടിരിക്കും അല്ലേ. ഇഡും സൂപ്പർ ഈഗോയും നമ്മളുടെ അവർ നമുക്ക് വിശന്നിരിക്കുന്ന ഒരു സമയത്തിൽ അടികൊണ്ടു. ഒരു പ്രാവശ്യം പറയും പോയി എടുക്ക് കഴിക്ക്, ആരും അറിയില്ല, മറ്റേത് പറയും ഇല്ല ആരും കണ്ടില്ലേലും എടുക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾക്ക് ഡിസിഷൻ വരും അല്ലേ. ഇന്ന് നമ്മളെന്തോ ഒരു ഡിസിഷൻ ഇങ്ങനെ വരുവാണ്, ആ ഭക്ഷണപ്പൊതിയുള്ള ആളിനോട് ചോദിക്കാം എനിക്കും കൂടെ കുറച്ച് ചോറ് തരുമോ അല്ലേ എന്ന് ചോദിച്ചിട്ട് അയാളെടുത്തുനിന്ന് കഴിക്കാം. ആ പാട്ടിനെ അല്ലേ റിയലിസ്റ്റിക് ആയിട്ട് അപ്പോൾ ചിന്തിച്ച ഒരു ഡിസിഷനിലേക്ക് വന്ന പാട്ടിനെ നമ്മൾ ഈഗോ എന്ന് വിളിക്കും. അതെ, മനസ്സിലായോ? അതായത് നമുക്ക് ഇങ്ങനെ ഒരു ക്രൈസിസോ അല്ലെങ്കിൽ ഒരു ആൻസൈറ്റിയോ സ്ട്രെസ്സോ ഉണ്ടാകുമ്പോൾ ഇൻസ്റ്റിങ്ച്വലായിട്ട് അല്ലേ, ശരീരയും തെറ്റിൻ്റെയും ഒന്നും ബോധമില്ലാതെ എന്നെ അങ്ങോട്ട് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് എനിക്കൊരു ഡിസിഷൻ എടുത്തേ പറ്റൂ എന്ന് നമ്മൾ ഫോഴ്സ് ചെയ്യുന്ന ആ പാർട്ടിനെ, ഇൻസ്റ്റിങ്ച്വലായിട്ടുള്ള പ്രിമിറ്റീവായിട്ടുള്ള ആ പാർട്ടിനെ നമ്മൾ എന്ത് പറയും? ഇഡെന്നും. എന്നാൽ ഇഡ് വളരെ സ്ട്രോങ് ആയി ഇരിക്കുമ്പോൾ ഇഡിനെതിരെ പ്രവർത്തിക്കുന്ന നമ്മളുടെ മോറൽ പാർട്ടിനെ നമ്മൾ മോറൽ പോലീസ് എന്നാണ് നമ്മളുടെ മൈൻഡിലെ മോറൽ പോലീസിനെ നമുക്ക് സൂപ്പർ ഈഗോ എന്നും ഇഡും സൂപ്പർ ഈഗോയും തമ്മിൽ അങ്ങനെ ഒരു അടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഒരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അല്ലെ, ഒരു കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അല്ലെ, ഒരു ഡിസിഷനുമായിട്ട് ഇതിന് രണ്ടിനെയും ബാലൻസ് ചെയ്യുന്ന നമ്മളുടെ ഒരു മൈൻഡിൻ്റെ പാർട്ടിനെ, അതായത് റിയലിസ്റ്റിക് എന്നാണ് പറയുക അല്ലേ. റിയലിസ്റ്റിക് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. റിയലിസ്റ്റിക് ആയിട്ടുള്ള നമ്മുടെ പേഴ്സണാലിറ്റിയുടെ സ്ട്രക്ചറിനെ നമുക്ക് ഈഗോ എന്നും പറയാം. ഇങ്ങനെ 3 സ്ട്രക്ചറാണ് ഒരു മനുഷ്യൻ്റെ പേഴ്സണാലിറ്റിയിലുള്ളത് എന്നാണ് ഫ്രോയിഡ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മളൊരു കോളം വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ഇവിടെ വരയ്ക്കാം ഇഡെന്ന്. ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ അല്ലേ, കുറച്ച് സുപ്രീം പാർട്ടാണ്, മോളിരുന്നോട്ടെ. അപ്പോൾ ഈഗോ സൂപ്പർ ഈഗോ, ഇങ്ങനെയാണ് നമ്മുടെ ഒരു പേഴ്സണാലിറ്റീൻ്റെ സ്ട്രക്ചറിനെ പറ്റി പറയുന്നത്. ഈഗോ സൂപ്പർ ഈഗോ ഇതിൻ്റെ ഫീച്ചേഴ്സ്, അതായത് പ്രിമിറ്റീവ് ആൻഡ് ഇൻസ്റ്റിങ്ച്വൽ പാർട്ട് ഓഫ് ദ പേഴ്സണാലിറ്റി എന്നാണ് ഇഡിന് പറയുന്നത്. കീ ഫീച്ചേഴ്സ് പ്രസൻറ്റ്, ജനിക്കുമ്പോൾ തന്നെ നമുക്കുള്ളതാണ്. അതായത് നമ്മുടെ വിശപ്പ്, നമ്മുടെ ദാഹം, വിശന്നാന്ന് കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? കരയും അല്ലേ. ഭക്ഷണം കിട്ടുന്നവരെ ആരല്ലേ, പാതിരാത്രിയിലാണെങ്കിലും എവിടെയെങ്കിലും നമ്മൾ കൊണ്ടുപോകുമ്പോഴാണെങ്കിലും എവിടാണെന്നൊന്നും ബോധമില്ല അല്ലേ. വിശക്കുമ്പം അലറി വിളിച്ചവർ കരയും. വിശപ്പ് മാറുന്നവരെ, അവർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് കിട്ടുന്നവരെ നമ്മൾ കരയും അല്ലേ. അപ്പോൾ സൂപ്പർ ഈഗോയും ഇഡും ഒന്നും അത്ര സ്ട്രോങ് ആയിരിക്കില്ല അല്ലേ. നമ്മുടെ ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്ന നമ്മളുടെ പ്രിമിറ്റീവായിട്ടുള്ള ചില ബിഹേവിയേഴ്സാണ് ഇഡെന്ന് പറയുന്നത്. പേഴ്സണാലിറ്റിയാണത്. സീക്ക് ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ, കംപ്ലീറ്റ്ലി അൺകോൺഷ്യസ് അല്ലേ. ഇത് ഇഡിനെ പ്രധാനമായിട്ടും കൺട്രോൾ ചെയ്യുന്നത് നമ്മളുടെ
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സബ് കോൺഷ്യസ് മൈൻഡാണ്. ഇഡിൻ്റെ ഒരു മേജർ പാർട്ടും നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിലാണുള്ളതെന്നാണ് പറയുക, അല്ലേ? നമ്മളുടെ ഉള്ളിൽ നിന്ന്, ആ സബ് കോൺഷ്യസ് അബോധ തലത്തിൽ നിന്നാണ് ഈ ഇഡിൻ്റെ ഇൻസ്റ്റിങ്സ് വന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് ഫ്രോയിഡ് പറഞ്ഞിട്ടുള്ളത്. അതായത് സോഴ്സ് ഓഫ് എനർജി ആൻഡ് ഡ്രൈവ്സ്. നമ്മളുടെ ഓരോ എനർജിയുടെയും ഒരു കാര്യം ചെയ്യുമ്പോൾ, നമുക്ക് ഓരോ കാര്യം ചെയ്യുമ്പോഴും നമുക്ക് ഡിഫറെൻറ്റ് എനർജി ആയിരിക്കും, അല്ലേ? ആ എനർജിയുടെയും നമ്മുടെ ഡ്രൈവിൻ്റെയും നമ്മുടെ മോട്ടിവേഷൻ്റെയും ഒക്കെ സോഴ്സ് അത് ഇഡായിരിക്കും. അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നത് ഹങ്കർ, തേഴ്സ്റ്റ്, സെക്ഷൽ നീഡ്സ് അതൊക്കെയാണ്. സോ അതിൻ്റെ ഒരു ഗോൾ, ഇഡ് നിലനിൽക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ ഇൻസ്റ്റൻറ്റ് പ്ലഷറിന് വേണ്ടിയിട്ടാണ്, അല്ലേ? പെട്ടെന്നുണ്ട് നമ്മുടെ ബേസിക് നീഡ്സും ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഇൻസ്റ്റൻറ്റ് പ്ലഷറിന് വേണ്ടിയിട്ടാണ് ഇഡ് നിലനിൽക്കുന്നത്. ഇത് എക്സാമ്പിളായിട്ട് ഇറ്റ്സ് ഫീലിംഗ് ഹംഗ്രി ആൻഡ് വാണ്ടിങ് ടു ഈറ്റ് റൈറ്റ് അവേ. വിശക്കുമ്പോൾ അപ്പം തന്നെ കഴിക്കണം എന്ന് നമ്മളെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? എവിടാ, എന്താ, ഏതാ, ആരുടെയോ ഒന്നും നോക്കാതെ നമ്മളെ ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മളെ നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിളൊക്കെ പോലെ നമ്മളുടെ ആ ഇൻസ്റ്റിങ്ക്റ്റിനെയാണ് നമ്മൾ ഇഡ് എന്ന് പറയുന്നത്. സൂപ്പർ ഈഗോ എന്ന് പറയുമ്പോൾ മോറൽ പാർട്ട് ദാറ്റ് റെപ്രസെൻറ്റ് ഇന്റർണലൈസ്ഡ് വാല്യൂസ്, റൂൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്, അല്ലേ? നമ്മളുടെ മോറലായിട്ടുള്ള പാർട്ടാണ്. അത് നമ്മളുടെ ഇന്റേണലൈസ് ചെയ്യും. നമ്മളത് സോഷ്യലൈസേഷൻ്റെ പാർട്ടായിട്ടാണ് സൂപ്പർ ഈഗോ കിട്ടുന്നത്. നമ്മൾ ഇഡായിട്ട് ജനിക്കുകയും നമ്മൾ സോഷ്യലൈസ് ചെയ്യും, അല്ലേ? കുഞ്ഞുങ്ങൾ കുരുത്തക്കേട് ചെയ്യുമ്പോൾ, തെറ്റ് ചെയ്യുമ്പോൾ ഒക്കെ, അല്ലേ? ചിന്തിക്കുമ്പോഴും ഒക്കെ നമ്മൾ അത് അങ്ങനെ ചെയ്യാൻ പാടില്ല. ദൈവം കോപിക്കും. നമ്മളുടെ റിലീജിയൻ അതല്ല പറയുന്നത്, അല്ലേ? അച്ഛനും അമ്മയ്ക്കും ദോഷമുള്ള ഒന്നും ചെയ്യൽ, കൂട്ടുകാരെ ഹാം ചെയ്യുന്ന ഒന്നും ചെയ്യരുത്, പോലീസ് പിടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു സോഷ്യൽ കൺട്രോളിൻ്റെയൊക്കെ ഭാഗമായിട്ട് സോഷ്യലൈസ് ചെയ്യപ്പെടും, അല്ലേ? സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് നമ്മളുടെ സമൂഹത്തിൽ നിന്ന് തന്നെ പഠിക്കുന്നതാണ്, അല്ലേ? അച്ഛനും അമ്മയും അടുത്ത് നിന്ന് പഠിക്കും. അതാണ് നമ്മളുടെ ആദ്യത്തെ സോഷ്യലൈസിങ് ഏജൻറ്റ്, പ്രൈമറി സോഷ്യലൈസിങ് ഏജൻറ്റ് എന്നൊക്കെ പറയും. സ്കൂളിൽ പോവും, സ്കൂളിൽ നിന്ന് പഠിക്കും, അല്ലേ? നമ്മുടെ സെക്കൻഡറി സോഷ്യലൈസിങ് ഏജൻറ്റ്സ് ഉണ്ട്. അങ്ങനെ പഠിച്ച് മനസ്സിലാക്കി നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തു, നമ്മളുടെ ശരിയും തെറ്റുമൊക്കെ ഡെവലപ്പ് ചെയ്ത് വെക്കുന്ന ഒരു പേഴ്സണാലിറ്റിയുടെ പാർട്ടാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. അത് കൂടിയാലും പ്രശ്നമാണ്, അല്ലേ? സൂപ്പർ ഈഗോ ഭയങ്കര അത്തരത്തിലുള്ള റൂൾ കോൺഷ്യസും സെൽഫ് കൺട്രോളും ഒക്കെയുള്ള പേഴ്സണാലിറ്റി ആയിട്ട് സൂപ്പർ ഈഗോ ഭയങ്കര സ്ട്രെങ്തനാണെങ്കിലും നമുക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്, അല്ലേ? ആലോചിച്ചാൽ മനസ്സിലാവും, അല്ലേ? സോ അതാണ് മോറൽ പാർട്ട് ഓഫ് ദ ബ്രെയിൻ. അതിൻ്റെ കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഡെവലപ്പ് ത്രൂ സോഷ്യലൈസേഷൻ, operate on the morality principle, reflect ideals and ethical values, mostly unconscious ആണ്. കുറച്ച് പാർട്ട് അൺകോൺഷ്യസ് മൈൻഡിലും കുറച്ച് സബ് കോൺഷ്യസിലും കോൺഷ്യസ് മൈൻഡിലുമായിട്ടായിരിക്കും, അല്ലേ? ഇത് ഒരു മെജോറിറ്റി നമ്മളുടെ അൺകോൺഷ്യസ് മൈൻഡിൽ തന്നെ ആയിരിക്കും ഉള്ളത്, അല്ലേ? നമ്മളുടെ അൺകോൺഷ്യസ് മൈൻഡിൽ തന്നെ ആയിരിക്കും ഇത് ഉള്ളത്, അല്ലേ? നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ സൂപ്പർ ഈഗോയിലേക്ക് വരുമ്പോൾ അതെന്ന് പറയുന്നത് രണ്ടിലും മൂന്നിലും കുറച്ചുണ്ട്. കുറേ അധികം പാർട്ട് സൂപ്പർ സബ് കോൺഷ്യസ് മൈൻഡിലും കോൺഷ്യസ് മൈൻഡിലും അൺകോൺഷ്യസ് മൈൻഡിലും ഒക്കെയാണ്. ഈഗോ എന്ന് പറയുന്നതാണ് നമ്മളുടെ കോൺഷ്യസ് മൈൻഡിൽ ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്നത് കൂടുതലും ഈഗോ ആണ്. നമ്മൾ ഈ പറഞ്ഞ ഇഡിൻ്റെ ഇൻസ്റ്റിങ്സുകളെയും സൂപ്പർ ഈഗോൻ്റെ, അല്ലാതെ പ്രിമിറ്റീവ് ആയിട്ടുള്ള നമ്മളുടെ ഇൻസ്റ്റിങ്റ്റുകളെയും, അല്ലേ? നമ്മളുടെ ഈ പറയുന്ന മോറൽ പ്രിൻസിപ്പുകളെയും ഒക്കെ, അല്ലേ? ശരി തെറ്റുകളെ പറ്റിയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മളുടെ പാട്ടിനെയുമൊക്കെ കൺട്രോൾ ചെയ്ത് നിലനിൽക്കുന്നതാണ്, അല്ലെങ്കിൽ റാഷണൽ പാർട്ട്, അല്ലേ? വിത്ത് റീസൺ ആയിരിക്കും അത് വർക്ക് ചെയ്യുക. അതിനൊരു റാഷണൽ ആയിട്ടായിരിക്കും അത് ഡിസിഷൻസ് എടുക്കുക, ആ പാർട്ട് ഓഫ് പേഴ്സണാലിറ്റി. അതാണ് ഈഗോ എന്ന് പറയുന്നത്, ദ റാഷണൽ പാർട്ട് ദാറ്റ് മീഡിയേറ്റ് ബിറ്റ്വീൻ ദ ഡിമാൻഡ്സ് ഓഫ് ദ ഇഡ് ആൻഡ് ദ സൂപ്പർ ഈഗോ, അല്ലേ? ഇത് രണ്ടും ഇങ്ങനെ ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഈ രണ്ട് ഡിമാൻഡുകളെയും ബാലൻസ് ചെയ്യുന്ന, അല്ലേ? നമ്മൾ എഴുതി പഠിക്കുമ്പോൾ ഇങ്ങനെ തന്നെ പഠിക്കണം. ഇഡ് ഇവിടെ, സൂപ്പർ ഈഗോയുടെ ഈഗോ മിഡിലാണ്. ഇതിനെ ബാലൻസ് ചെയ്തിട്ടാണ് നമ്മളെന്ന മനുഷ്യൻ നമ്മളുടെ ഓരോ ജീവിതത്തിൻ്റെ സന്തുലിതാവസ്ഥയിൽ, അല്ലെ, ഇക്വിലിബ്രിയം ഫോമിൽ നിൽക്കുന്നത്. സോ ഇതിൻ്റെ കീ ഫീച്ചേഴ്സ് ഇയർലി ചൈൽഡ്ഹുഡിലാണ് തന്നെ ഇത് ഡെവലപ്പ് ആകും. ഓപ്പറേറ്റ് ഓൺ ദ റിയാലിറ്റി പ്രിൻസിപ്പിൾ, മേക്ക് ലോജിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ ഡിസിഷൻ, പാർഷ്യലി കോൺഷ്യസ്, പാർഷ്യലി അൺകോൺഷ്യസ്. പകുതി കോൺഷ്യസിലും പകുതി അൺകോൺഷ്യസിലുമാണ് ഈഗോ നിലനിൽക്കുന്നത്. യൂസസ് കൂടുതലും കോൺഷ്യസിൽ എന്ന് നമുക്ക് പറയാം. യൂസസ് റീസണിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. റീസണിങ്ങും പ്രോബ്ലം സോൾവിങ്ങും ഒക്കെയാണ്
ഈഗോ ചെയ്യുന്നത്. അതായത് പ്രോബ്ലം ഉണ്ടാക്കുന്ന ആരാ? ഇഡും സൂപ്പർ ഈഗോ ആയിരിക്കും. ഇപ്പൊ ഇതിനെ ബാലൻസ് ചെയ്ത് ഒരു റാഷണൽ ഡിസിഷൻ എടുക്കുമ്പോഴാണ് പ്രോബ്ലം സോൾവിങ്ങിലേക്കും റീസണിങ് ചെയ്ത് പ്രോബ്ലം സോൾവിങ്ങിലേക്ക് വരുന്നത്. ഇതിന്റെ ഗോൾ എന്ന് പറയുന്നത് ബാലൻസ് ദ ഡിമാൻഡ്സ് ഓഫ് ദ ഇഡ് ആൻഡ് സൂപ്പർ ഈഗോ ഇൻ റിയലിസ്റ്റിക് വേവ്സ്. എക്സാമ്പിൾ, സോ ഡിസൈഡിങ് ടു ഈറ്റ് ഹെൽത്തി ഫുഡ് ബിക്കോസ് ഇറ്റ് ഈസ് ഗുഡ് ഫോർ യുവർ ഹെൽത്ത്. അല്ലേ, നമ്മൾ ജങ്ക് ഫുഡ് കാണുമ്പോൾ നമ്മൾ ഇഡിങ്ങനെ പറഞ്ഞു നല്ല ടേസ്റ്റി ഫുഡാണ്, കഴിക്കണം എന്ന് ഇഡ് പറയുമ്പോൾ സൂപ്പർ ഈഗോ എന്ത് പറയും? അല്ലേ, കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇഡ് ഒരു ഡിസിഷൻ എടുക്കും, എന്ത് ചെയ്യും? ഹെൽത്തി ഫുഡ്, നമ്മൾ ഹെൽത്തി ആയിട്ടൊരു ഫുഡ് കഴിക്കാമെന്ന്. അല്ലേ, ഫോർ എക്സാമ്പിൾ പറഞ്ഞതാണ്. സോ ദീസ് ആർ ദ കോമ്പോണൻസ് ഓഫ് കോൺസ്റ്റന്റ്ലി ഇന്ററാക്റ്റഡ് ടു ഇൻഫ്ലുവൻസ് അവർ തോട്ട്സ്, ഫീലിങ്സ് ആൻഡ് ബിഹേവിയേഴ്സ്. അതായത് കോൺഷ്യസ് മൈൻഡിൽ അല്ലെങ്കിൽ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മളുടെ ചിന്തകളും ഫീലിങ്ങുകളും ബിഹേവിയേഴ്സും എന്ന് പറയുന്നത് ഈ 3 സാധനങ്ങളുടെ, അതായത് ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോയുടെ ഒരു ബാലൻസിങ്ങിലാണ്. അല്ലേ, ഒരു ബാലൻസിങ്ങിലാണ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷനിലാണ് നിലനിൽക്കുന്നത്. അല്ലേ, അപ്പോൾ നമ്മൾ ഫ്രോയിഡിൻ്റെ 2 കോൺസെപ്റ്റുകളാണ്, സൈക്കോ അനാലിസിസിൽ വരുന്ന 2 കോൺസെപ്റ്റുകളാണ് നമ്മൾ പഠിച്ചത്. അതായത് ടോപ്പോഗ്രഫിക്കൽ മോഡൽ ഓഫ് മൈൻഡ്, അല്ലേ, സ്ട്രക്ചർ ഓഫ് മൈൻഡും സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റിയും. അല്ലേ, നമുക്ക് ഇങ്ങനെ പറയാം, സ്ട്രക്ചർ ഓഫ് മൈൻഡ് ആൻഡ് പേഴ്സണാലിറ്റി. ഇനി ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഇങ്ങനെയൊക്കെ ഫ്രോയിഡിൻ്റെ ഒരു മൊത്തത്തിലുള്ള കോൺസെപ്റ്റിൽ പറഞ്ഞിട്ടുള്ള ഈ മൈൻഡിൻ്റെ കോൺസെപ്റ്റും ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോയും എല്ലാം പരസ്പരം ഒരുമിച്ച് വായിക്കേണ്ടതാണ്. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള തിയററ്റിക്കൽ എവിഡൻസ് ആയിട്ട് നമുക്ക് പറയാവുന്നത്. നമുക്കിവിടെ പഠിക്കാനുള്ളത് ഫ്രോയിഡിൻ്റെ സൈക്കോ സെക്ഷൽ സ്റ്റേജ് ആണ്. സൈക്കോ സോഷ്യൽ സ്റ്റേജ് എറിക് എറിക്സന്റെ ആണ്. എറിക് എറിക്സൺ ഫ്രോയിഡിൻ്റെ ഒരു പിൻഗാമിയായിരുന്നു. ഹി വാസ് എ ഫോളോവർ ഓഫ് സിഗ്മണ്ട് ഫ്രോയിഡ് ആൻഡ് ഹി ഈസ് എ വൺ ഹു ഡെവലപ്പ് ഫ്രോയിഡിൻ്റെ സൈക്കോ സെക്ഷൽ തിയറിനെ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ആളാണ് എറിക്സൺ എന്ന് പറയുന്നത്. അതായത് ഫ്രോയിഡിൻ്റെ തിയറിക്ക് ധാരാളം ക്രിറ്റിസിസം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചില കാഴ്ചപ്പാടുകൾ, ചില സ്റ്റേജുകളിലെ ചില കാഴ്ചപ്പാടുകൾ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം മാത്രമാണ്, ഒരു കുട്ടിയുടെ പ്യൂബർട്ടി വരെയുള്ള ഒരു കാലഘട്ടത്തിൻ്റെ ഡെവലപ്മെൻറ്റ് മാത്രമാണ് ഫ്രോയിഡ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അത് ഒരു ഓൾഡ് ഏജിലേക്ക്, അതായത് ഒരു വ്യക്തിയുടെ ജീവിതകാലം, ഒരു ലൈഫ് സ്പാൻ്റെ മൊത്തം കവർ ചെയ്തിട്ടാണ് എറിക്സൺ സൈക്കോ സോഷ്യൽ തിയറി അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ സൈക്കോ സെക്ഷൽ തിയറി പറയുന്നതിന് മുമ്പ് അതിൽ അദ്ദേഹം പ്രതിപാദിച്ചിട്ടുള്ള ചില ടേംസ് ഉണ്ട്, ചില ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം സൈക്കോ സെക്ഷൽ തിയറിയുടെ ഡീറ്റെയിൽസിലേക്ക് അല്ലെങ്കിൽ കാലഘട്ടങ്ങളിലേക്ക്. നമ്മൾ 5 കാലഘട്ടമായിട്ടാണ് ഒരു മനുഷ്യൻ്റെ വികാസത്തെ, അതായത് ഒരു മനുഷ്യൻ്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനെ ഫ്രോയിഡ് വിശദീകരിച്ചിട്ടുള്ളത്. അത് അദ്ദേഹത്തിന് ചില പദങ്ങൾ അല്ലെങ്കിൽ ചില കോൺസെപ്റ്റുകളുണ്ട്. അതിലൊന്ന് ലിബിഡോ എന്നാണ്. ലിബിഡോ, അല്ലേ, അത് ഒരു സാധാരണ പരീക്ഷകളിലൊക്കെ ചോദിക്കാറുള്ള ചോദ്യമാണ്. ലിബിഡോ എന്ന് പറയുന്നത് ഒരു പ്ലഷർ സീക്കിങ് അല്ലെങ്കിൽ ഒരു സൈക്കിക് എനർജിയാണ്. അല്ലേ, നമ്മുടെ ഈഗോയിലൊക്കെ ഈ ഇഡിൻ്റെ കാര്യം പറഞ്ഞതുപോലെ നമ്മൾ പ്ലഷർ സീക്കിങ് അല്ലെങ്കിൽ സൈക്കിക് എനർജിയാണ്, ഒരു മോട്ടിവേഷനാണ് എന്നാണ് പറയുന്നത്. അതായത് ഒരു ഡ്രൈവിംഗ് ബിഹേവിയർ, ഒരു സൈക്കിക് എനർജി ഫോക്കസ്ഡ് ഓൺ ഡിഫറെൻറ്റ് ഇറാജിനസ് സോൺസ് അറ്റ് ഈച്ച് സ്റ്റേജസ്. അതായത് ഇറാജിനസ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ ബോഡി ഏരിയസിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഒരു ഫ്രോയിഡിൻ്റെ തിയറികളിൽ ഓരോ കാലഘട്ടത്തിലും നമ്മൾക്ക് ഒരു ലിബിഡോ ഉണ്ട്, അതായത് ഒരു സൈക്കിക് എനർജി, ഒരു പ്ലഷർ സീക്കിംഗ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിങ്ക്റ്റ് വരും, അല്ലേ, ഒരു ഫീലിംഗ് വരും, ഒരു ബോധമുണ്ട്. അത് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ടാണ് അതുള്ളത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു കാലഘട്ടത്തിൽ അത് മൗത്താണ്, മറ്റൊരു കാലഘട്ടത്തിൽ അത് ആനസ് ആണ്, പിന്നീടുള്ളത് ജെനൈറ്റൽസ് ആണ്. അല്ലേ, ആ സൈക്കോസെക്ഷൽ തിയറിയിലേക്ക് വിശദീകരിക്കുന്നത് അങ്ങനെയാണ്. ഓരോ കാലഘട്ടത്തിലും ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു സൈക്കിക് എനർജി
ഉണ്ടാവുകയും അത് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ എനർജിക്ക് നമ്മൾ സൈക്കിക് എനർജിക്ക് അല്ലെങ്കിൽ പ്ലഷർ സീക്ക് ചെയ്യുന്നത് ആ ഒരു ടെൻഡൻസിക്ക് നമ്മൾ ലിബിഡോ എന്നും അത് ശരീരത്തിൻ്റെ ഏത് പാർട്ടാണ് ആ എനർജി ഉള്ളത് അല്ലേ, ആ പ്ലഷർ നമ്മൾ സീക്ക് ചെയ്യുന്നത്, ആ പ്ലഷർ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നത്, ആ ഭാഗത്തിനെ നമ്മൾ ഇറോജിനസ് സോൺ എന്ന് പറയും. അതായത് ലിബിഡോ ഈസ് ഓൺ ഇറോജിനസ് സോൺ അല്ലേ. ലിബിഡോ എന്ന് പറയുന്നത് ഇറോജിനസ് സോണിലാണ്. ആ ലിബിഡോ ആണ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. ആ ലിബിഡോ ഇരിക്കുന്നത് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലാണ് ഓരോ കാലഘട്ടത്തിലും. ആ ശരീരത്തിൻ്റെ ഭാഗത്തിനെ നമ്മൾ ഇറോജിനസ് സോൺ എന്ന് പറയും. ദ സ്പെഷ്യൽ പാർട്ട് ഓഫ് ദ ബോഡി ഈസ് കോൾഡ് ഇറോജിനസ് സോൺ. ആൻഡ് വാട്ട് ഈസ് ദാറ്റ് പ്ലഷർ? ആ പ്ലഷറിനെ അല്ലെങ്കിൽ ആ സൈക്കിക് എനർജീനെ നമ്മൾ വിൽ കോൾ ആസ് ലിബിഡോ. ഓക്കെ. സോ പിന്നൊരു വാക്ക് അദ്ദേഹത്തിൻ്റെ തിയറിയിൽ ഉപയോഗിക്കുന്നത് ഫിക്സേഷൻ എന്ന് പറയുന്ന ഒരു വേർഡാണ്. ഫിക്സേഷൻ എന്ന് പറഞ്ഞാൽ ആ ഓരോ സ്റ്റേജിലും നമുക്ക് ഓരോ പ്ലഷർ സീക്കിംഗ് എയിം ഉണ്ടാവുകയും അല്ലെങ്കിൽ ഗോൾ ഉണ്ടാവുകയും ഒരു ഡ്രൈവ് ഉണ്ടാവുകയും അത് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ വി കനോട്ട് ഹൗ ടു സാറ്റിസ്ഫൈ ദാറ്റ് പർട്ടിക്കുലർ സൈക്കിക് എനർജി ഓർ പ്ലഷർ ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഏജ് പീരീഡ്, നമുക്കവിടെ ഫിക്സേഷൻ ഉണ്ടാവും എന്നാണ്. അതായത് നമ്മളവിടെ സ്റ്റക്കായി പോകും. നമുക്ക് വിശദീകരിക്കാം. സ്റ്റേജ് വരുമ്പോൾ നമ്മളവിടെ സ്റ്റക്കായി പോകും അല്ലേ. നമ്മൾ ആ പർട്ടിക്കുലർ ഏജ് കാലഘട്ടത്തിൽ നമ്മൾ സ്റ്റക്കായി പോകും. അതായത് അൺറിസോൾവ്ഡ് കോൺഫ്ലിക്ട്സ് അറ്റ് എ സ്റ്റേജ്, പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഇൻ അഡൽട്ട്ഹുഡ് അല്ലേ. അത് പറയുന്നത് ഈ ഫിക്സേഷൻ എന്ന് പറയുന്നത് അഡൽട്ട്ഹുഡിൽ പേഴ്സണാലിറ്റി ട്രേറ്റിനെ ആ ഫിക്സേഷൻ നമ്മൾ എവിടെയാണോ സ്റ്റക്കായി പോകുന്നത് അത് നമ്മളുടെ പിന്നീടുള്ള ലേറ്റർ ആയിട്ടുള്ള കാലഘട്ടത്തിൽ നമ്മളുടെ പേഴ്സണാലിറ്റി ട്രേറ്റ്സിൽ അത് ഉണ്ടാകും അല്ലേ. അതിനൊരു എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നത് റിഗ്രഷൻ ആണ് അല്ലേ. റിഗ്രഷൻ അതായത് പേഴ്സണാലിറ്റി ട്രേറ്റിൽ കാണുക എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പം കുറച്ച് വലുതായിട്ടിരിക്കുമ്പോൾ അഡൽട്ടിലായിട്ടിരിക്കുമ്പോൾ 20, 25 അല്ലെങ്കിൽ 40 ഒക്കെ വയസ്സാകുമ്പോൾ നമ്മൾ ആ കാലഘട്ടത്തിൽ എവിടാണോ നമ്മൾ ഫിക്സേഷൻ സംഭവിച്ചത്, എവിടാണോ നമ്മൾ സ്റ്റക്കായത് അവിടേക്ക് പോകും. അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ അടുത്ത ഘട്ടത്തിൽ പറയേണ്ടതാണ്, എന്നാലും നമുക്ക് ഇപ്പോൾ ഇവിടെ ഒരു മൗത്തിനെ പറ്റിയിട്ട് പറഞ്ഞു അല്ലേ. ഇവിടാണ് നമ്മൾ പ്ലഷർ സീക്ക് ചെയ്യേണ്ടത് ഒരു കാലഘട്ടത്തിൽ, അതായത് വളരെ ചെറിയ കാലഘട്ടത്തിൽ, ആദ്യത്തെ കാലഘട്ടത്തിൽ അല്ല നമ്മൾ പറയും. ആ മൗത്തിൽ നമ്മൾ പ്ലഷർ സീക്ക് ചെയ്യുന്നത് കുഞ്ഞായിരിക്കുമ്പോൾ ഫീഡ് ചെയ്തിട്ടാണ്. പാല് കുടിക്കും അല്ലേ, പാല് കുടിക്കും, അമ്മയുടെ മുല കുടിക്കും, സക്ക് ചെയ്തിട്ടൊക്കെ ആയിരിക്കും. അപ്പം പ്രോപ്പറായിട്ട് നമ്മൾ ഫീഡ് ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിൽ അല്ലേ, ഓറൽ പ്ലഷർ നമുക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ അല്ലേ, നമ്മൾ ഓറൽ പ്ലഷർ സീക്ക് ചെയ്യുന്നതിൽ നമ്മൾ തടഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേജിൽ, ഓറൽ സ്റ്റേജിൽ നമ്മൾ സ്റ്റക്കായി പോവുകയും അവിടെ ഫിക്സേഷൻ സംഭവിക്കുകയും പിന്നീട് അഡൽട്ടിലുള്ള കാലഘട്ടത്തിൽ അത് ഓറൽ പ്ലഷർ വെളുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്മോക്കിംഗ് ആയിട്ടോ വേറെ ഏതെങ്കിലും ഓറൽ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും അഡിക്ഷനായിട്ട് മാറുകയോ ചെയ്യും എന്നാണ് ഈ ഫിക്സേഷൻ എന്നുള്ള പദം കൊണ്ടും ഉദ്ദേശിക്കുന്നത്. ആ ഫിക്സേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും നമ്മളുടെ പ്രീവിയസ് ഏജിലേക്ക്, പ്രീവിയസ് കാലഘട്ടത്തിലേക്ക് അഡൽട്ടായിരിക്കുന്ന ഒരു വ്യക്തി തിരിച്ചു പോകുന്നതിനെയാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. ഈ റിഗ്രഷനൊക്കെ വിശദീകരിക്കുന്ന ഫ്രോയിഡിൻ്റെ മറ്റൊരു തിയറിയുടെ ഭാഗമാണ് നമ്മൾ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ ഈഗോയുടെ സ്ട്രാറ്റജിയാണ്. നമ്മളുടെ സൂപ്പർ ഈഗോയോ അല്ലെങ്കിൽ ഇഡോ നമുക്ക് ഭയങ്കരമായിട്ടും ആൻസൈറ്റിയും പ്രഷറും ഒക്കെ തരും. ഏതെങ്കിലുമൊക്കെ റീസൺ കാരണം നമുക്ക് ആൻസൈറ്റിയും സ്ട്രെസ്സും ഒക്കെ കൂടുമ്പോൾ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈഗോ ചില സ്ട്രാറ്റജീസ് എടുക്കും. ആ സ്ട്രാറ്റജീസിനെയാണ് നമ്മൾ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ സംസാരിക്കാം. കുറച്ചധികം ഡിഫൻസ് മെക്കാനിസംസ് ഉണ്ട്. സോ അതോടൊപ്പം തന്നെയുള്ള മറ്റൊരു ഫ്രോയിഡിൻ്റെ കാഴ്ചപ്പാടാണ് ഒഡിപ്പസ് കോംപ്ലക്സും ഇലക്ട്ര കോംപ്ലക്സും. അത് നമുക്ക് അടുത്ത സ്ലൈഡുകളിൽ സംസാരിക്കാം. സോ ഇതാണ് ഫ്രോയിഡിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് സിസ്റ്റമാറ്റിക്കായിട്ട് ഓരോ ഏജിൻ്റെ കാലഘട്ടത്തിലും നടക്കുന്നതാണെന്നും ഓരോ കാലഘട്ടത്തിലും ഒരു ഇറാജിനസ് സോൺ ഉണ്ട് എന്നും, അതായത്
ലിബിഡോ എവിടെയാണോ ഇരിക്കുന്നത്, എവിടെയാണോ വേർ ലിബിഡോ ഈസ് എന്ന് നമുക്ക് പറയാം. സോ എവിടെയാണോ ലിബിഡോ ഉള്ളത്, എവിടെയാണോ നമുക്ക് ഈ ലിബിഡോയുടെ സ്പെല്ലിങ്, ലിബിഡോ എവിടെയാണോ നമ്മളുടെ ലിബിഡോ ഉള്ളത്, എവിടെയാണോ നമ്മളുടെ ലിബിഡോ ഉള്ളത്, ആ സോണിനെ, ആ ഫോക്കസ് ചെയ്യുന്ന ആ പാർട്ടിനെയാണ് നമ്മൾ ഇറോജിനസ് സോൺ എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? ഇറോജിനസ് സോൺ. വേർ ലിബിഡോ ഈസ് ദെയർ വി കോൾ ഇറോജിനസ് സോൺ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിനെ നമ്മൾ 1, 2, 3, 4, 5 5 കാലഘട്ടങ്ങളാണുള്ളത്. അതിൽ ആദ്യത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ഓറൽ സ്റ്റേജ് എന്നാണ് പറയുന്നത്. സ്റ്റേജ് എന്നാണ് പറയുന്നത് ഓരോ കാലഘട്ടത്തെയും. ഫസ്റ്റ് ഓറൽ സ്റ്റേജ് ആണ്. ആ ഏജ് എന്ന് പറയുന്നത് 0 തൊട്ട്, അത് ജനിച്ചിട്ട് 1 വയസ്സ് വരെയുള്ള കാലഘട്ടത്തെയാണ് ഓറൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ആ സ്റ്റേജിൽ ഇറാജിനസ് സ്റ്റോൺ, അതായത് ലിബിഡോ, പ്ലഷർ സീക്ക് ചെയ്യുന്നത് നമ്മളുടെ മൗത്തിലാണെന്നാണ് പറയുന്നത്. അതായത് ഒരു കുഞ്ഞിനെ എടുത്തു കഴിഞ്ഞാൽ കരയുന്ന കുഞ്ഞിന് പെട്ടെന്ന് അല്ലേ, വയറ് നിറഞ്ഞെങ്കിലും പെട്ടെന്ന് കരച്ചിൽ നിർത്തുന്ന അമ്മയുടെ മുല കുടിക്കുമ്പോഴാണ് അല്ലേ, അതായത് ചപ്പി കുടിക്കുമ്പോൾ ആ വായിൽ അല്ലെ, ഫേസിൽ വായിൽ ആണ് കുഞ്ഞിന് ആ സമയത്ത് പ്ലഷർ സീക്ക് ചെയ്യുന്നതെന്നും കുഞ്ഞ് സാറ്റിസ്ഫൈ ആകുന്നതെന്നാണ്. അതായത് കുഞ്ഞുങ്ങളെല്ലാം കൈവിരൽ കടിക്കാൻ നോക്കും, കാല് കടിക്കാൻ തോന്നും. കുഞ്ഞ് പതുക്കെ ഓരോന്ന് എടുക്കാനൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും നമ്മളുടെ കൈയൊക്കെ പിടിച്ച് കുഞ്ഞിൻ്റെ വായിലേക്ക് വെക്കും. അതായത് മൗത്താണ് ആ സമയത്ത് ഇറാജിനസ് സോൺ, അവിടെയാണ് ലിബിഡോ ഉള്ളത്. അപ്പോൾ അത് വളരെ ഈ കാലഘട്ടത്തെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്ന എന്താന്ന് വെച്ചാൽ, ആ സമയത്ത് കുഞ്ഞ് വളരെ വാമത്തോടു കൂടി, വളരെ സ്നേഹത്തോടു കൂടി, വളരെ സെക്യൂറായിട്ട് നന്നായിട്ട് ആ പ്ലഷർ, അതായത് പ്രധാനമായിട്ടും കുഞ്ഞ് നന്നായിട്ട് ഫീഡ് ചെയ്യപ്പെടണം, സെക്യൂറായിട്ട് ഫീഡ് ചെയ്യപ്പെടണം, ഒരു വാംത്ത് ഉണ്ടായിരിക്കണം ആ സമയത്ത്. ഹാർഷായിട്ട് ആ സമയത്ത് കുഞ്ഞിനെ കൈകാര്യം ചെയ്യാൻ പാടില്ല. ഇതുപോലെ കുഞ്ഞ് കയ്യിൽ കായ് വെക്കണം, കുഞ്ഞിനെ ഉപദ്രവിക്കുകയോ കൈ കെട്ടിയൊക്കെ വെക്കുന്ന ഒക്കെ ചെയ്യാറുണ്ട്. അപ്പം അതൊന്നും നമ്മൾ ഹാർഡായിട്ട് അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഓവറായിട്ട് കൺട്രോൾ ചെയ്യപ്പെടുകയോ കുഞ്ഞിനെ പ്രോപ്പറായിട്ട് ഓറൽ പ്ലഷർ അല്ലെങ്കിൽ മുല കൊടുക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുകയാണ് എങ്കിൽ കുഞ്ഞ് ആ ഏജ് ഗ്രൂപ്പിൽ ആ സമയത്തെ പ്ലഷർ എടുക്കാൻ പറ്റാതാവുകയും അവിടെ സ്റ്റക്കാവുകയും ചെയ്യും. അതായത് അവിടുത്തെ പ്ലഷർ കിട്ടിയില്ല എന്നുള്ള ബോധം കുഞ്ഞിനുണ്ടാവുകയും അവിടെ സ്റ്റക്കാവുകയും ചെയ്യും. അതിനെ നമ്മൾ എന്താണ് പറയുന്നത്? ഫിക്സേഷൻ ആണ്. അവിടെ ഒരു പോസിബിൾ ഫിക്സേഷൻ നടക്കും എന്നാണ്. അതായത് അവിടെ ഫീച്ചർ എന്ന് പറയുന്നത് പ്ലഷർ ഫ്രം സക്കിങ് ആൻഡ് ഫീഡിങ് എന്നാണ്. വല്ലതും കഴിക്കുന്നതും ഒക്കെയാണ് കുഞ്ഞിന് ആ സമയത്ത് സന്തോഷം, വായിൽ എന്തെങ്കിലും ഇടുന്നതാണ് അല്ലേ, അതാണ് നമ്മൾ കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ, റിസോൾവ് ചെയ്യുന്നില്ല എങ്കിൽ അവിടെ പേഴ്സണാലിറ്റി സ്റ്റക്കാവും. ആ സ്റ്റക്കാവുന്നതിനെയാണ് നമ്മൾ പറയുന്നത് ഓറൽ ഫിക്സേഷൻ എന്നാണ് പറയുന്നത്. ഓറൽ സ്റ്റേജിൽ നമ്മൾ പറയുന്നത് ഓറൽ ഫിക്സേഷൻ എന്നാണ്. അതായത് പിന്നീട് അങ്ങനെ ഫിക്സ് ആവുന്ന ആൾക്കാർക്ക് പിന്നീട് ഡിപ്പെൻഡൻസി ഉണ്ടാവുകയും പാസിവിറ്റി ഉണ്ടാവുകയും എന്നാണ് ചെയ്യുന്നത്. കൂടാതെ സ്മോക്കിംഗ് പോലെയുള്ള, നേരത്തെ പറഞ്ഞതുപോലെ സ്മോക്കിംഗ് പോലെയുള്ള ഓറൽ പ്രഷർ കിട്ടുന്ന തരത്തിലുള്ള അഡിഷൻ ഒക്കെ ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. ഓറൽ ഫിക്സേഷനാണ് നമ്മൾ ഓർക്കേണ്ടത്. അഡിഷൻ എന്ന് പറയുന്ന വേർഡും നമ്മൾ ഓർത്തിരിക്കുക. നമുക്ക് സ്മോക്കിംഗ് പോലെയുള്ള അഡിഷൻ, അല്ലെങ്കിൽ പുക വായിൽ എന്തെങ്കിലും വിട്ട് എപ്പോഴും ചവച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ തരത്തിലുള്ള പ്ലഷർ എടുക്കാൻ വേണ്ടിയിട്ടുള്ള എപ്പോഴും എന്തെങ്കിലും വായിലിട്ട് ചവച്ചുകൊണ്ടിരിക്കുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ കടിക്കുന്ന, വിരൽ കടിക്കുന്ന, നഖം കടിക്കുന്ന അങ്ങനെയുള്ള ഹാബിറ്റ് ലേറ്റസ്റ്റ് ലൈഫിൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഇൻ ദ കേസ് ഇൻഡിവിജ്വൽ ഈസ് ഹാവിങ് എ പോസിബിൾ ഫിക്സേഷൻ ഇൻ ദ ഓറൽ സ്റ്റേജ്, ഓറൽ ഫിക്സേഷൻ. അടുത്ത സ്റ്റേജ് പറയുന്നത് ഏനൽ സ്റ്റേജ് ആണ്. അപ്പോൾ പേര് പറയുന്ന പോലെയാണ് അത് 1 തൊട്ട് 3 വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ ഏനൽ ഫിക്സേഷൻ എന്ന് പറയുന്നത്. അപ്പോഴത്തെ നമ്മളുടെ ഇറാജിനസ് സോൺ, എവിടെയാണ് നമ്മളുടെ ലിബിഡോ ഇരിക്കുന്നത്, എവിടെയാണോ നമ്മളുടെ പ്ലഷർ സീക്കിങ് അല്ലെ, എവിടെയാണോ നമുക്ക് പ്ലഷർ കിട്ടേണ്ടത്, അത് നമ്മളുടെ ബൗൾ മൂവ്മെന്റ് എന്നാണ് പറയുന്നത് അല്ലെ. കുഞ്ഞുങ്ങൾ ടോയ്ലറ്റിൽ പോകാനും ഒക്കെ ട്രെയിൻ ചെയ്യുന്ന സമയമാണ് നമുക്കറിയാം. അതായത്
ആ സമയത്ത് നമ്മൾ ആദ്യ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾക്ക് സന്തോഷം നൽകുന്നത് ഇത് ബൗള് നമ്മളിപ്പം റിലീസ് ചെയ്യുന്നത് കൊണ്ടാണ് അല്ലേ. നമ്മൾ കുഞ്ഞ് ഏനസിലൂടെ പുറത്തു വിടുന്ന മലമൂത്രം അല്ലെങ്കിൽ മലം വിസർജനം ചെയ്യുന്നതിലൂടെയാണ് സീക്കിങ് ആ സന്തോഷം ഉണ്ടാകുന്നത്. പിന്നെ അതിൻ്റെ ലേറ്റർ സ്റ്റേജിൽ ഇത് പിടിച്ചു വെക്കും, ഇത് പുറത്ത് വിടാണ്ട് പിടിച്ചു വെക്കും എന്നാണ് ഫ്രോയിഡ് പറയുന്നത്. അപ്പോൾ ഇയർലി സ്റ്റേജും ലേറ്റർ സ്റ്റേജും ഉണ്ട്. അപ്പം ഈ 2 കാലഘട്ടത്തിലും നമ്മൾ കുഞ്ഞിന് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ടുള്ള ടോയ്ലറ്റ് ട്രെയിനിങ് ആണ്. കൃത്യമായിട്ട് ടോയ്ലറ്റിൽ പോകാനും ടോയ്ലറ്റിൽ തന്നെ പോകാനും വൃത്തിയായിട്ട് അത് കൈകാര്യം ചെയ്യാനും ക്ലീൻ ചെയ്യാനും ഒക്കെ കുഞ്ഞിനെ പഠിപ്പിച്ചു കൊടുക്കണം അല്ലേ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടോയ്ലറ്റ് ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു വെച്ചു ആണ് അല്ലെങ്കിൽ ഒരു നേട്ടമാണ് ആ സമയത്ത് കുഞ്ഞിന് ഉണ്ടാവേണ്ടത്. ഓക്കെ, അപ്പോൾ അത് പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല പേരൻറ്റിങ്ങിൽ നല്ല ട്രെയിനിങ്ങിൽ കുഞ്ഞ് പ്രോപ്പറായിട്ട് ടോയ്ലറ്റിൽ പോവുകയും കഴിയുകയും ഒക്കെ ചെയ്യുമ്പോൾ കുട്ടിക്ക് ഒരു കോൺഫിഡൻസും ഒരു സെൽഫ് കൺട്രോളും ഒരു ഇൻഡിപെൻഡൻസും ഒക്കെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഓക്കെ, നന്നായിട്ട് അത് ട്രെയിൻ ചെയ്യപ്പെടുകയാണെങ്കിൽ. അതല്ലാതെ മറ്റ് സാധ്യതകളുള്ളതെന്ന് വെച്ചാൽ ചില കുട്ടികളെ ഭയങ്കരമായിട്ടും നേരത്തെ കൺട്രോൾ ചെയ്യും. അതായത് എന്തെങ്കിലും ആക്സിഡൻ്റ് ആയിട്ട് നിക്കറിലൊക്കെ ആവുകയാണെങ്കിൽ നമ്മൾ വല്ലാതെ വഴക്ക് പറയുകയും അടിക്കുകയും പണിഷ് ചെയ്യുകയൊക്കെ ചെയ്യും അല്ലേ. അങ്ങനെയുള്ള കുട്ടികൾ അത് ഭയങ്കര അവിടെ കുട്ടികൾക്ക് ഫിക്സേഷൻ ഉണ്ടാവും. രണ്ടാമത്തെ സാധ്യത എന്ന് വെച്ചാൽ നെഗ്ലക്റ്റ് ചെയ്യും അല്ലേ. എവിടെയെങ്കിലുമൊക്കെ പൊക്കോട്ടെ, എങ്ങനെയെങ്കിലുമൊക്കെ പോകട്ടെ എന്ന് വിചാരിക്കും അല്ലേ. പ്രോപ്പറായിട്ട് ട്രെയിനിങ് കൊടുക്കില്ല. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ കാണാം സ്ഥിരമായിട്ട് സ്നഗ്ഗിയൊക്കെ യൂസ് ചെയ്യും. ഇപ്പോൾ കുട്ടി ടോയ്ലറ്റിൽ പോവുകയും അവിടെ പോയിട്ട് ടോയ്ലറ്റിൽ പോവുകയും ക്ലീൻ ചെയ്യുകയും ഒന്നും ചെയ്യില്ല. അങ്ങനെ 2 സാധ്യതകൾ ഉണ്ടാവും. ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുകയും പണിഷ്മെൻറ്റ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു സാധ്യത ഈ മാറ്റർ ഓഫ് ടോയ്ലറ്റ് കൺട്രോളിൽ. രണ്ടാമത്തത് നെഗ്ലക്റ്റ് ചെയ്യപ്പെടുന്ന അവസ്ഥ. ഈ 2 അവസ്ഥകളിലും എന്തുണ്ടാവും? ഫിക്സേഷൻ സംഭവിക്കും. ആ ഫിക്സേഷൻ അല്ലേ നമ്മൾ ഭയങ്കരമായിട്ടും കൺട്രോൾ ചെയ്യിക്കിടയ്ക്കുകയാണെങ്കിൽ ഓർഡർലി റിജിഡ് അങ്ങനത്തെ ഏനൽ റിറ്റൻറ്റീവ് എന്ന അവസ്ഥയും അല്ലേ കൺട്രോൾ ചെയ്യപ്പെടുമ്പോൾ അതായത് ഓവർ ഓർഡർലി ചെയ്യപ്പെടുന്ന ആൾക്കാർക്ക് ഏനൽ റിറ്റൻറ്റീവ് ഉണ്ടാവുകയും ലേറ്റർ സ്റ്റേജിൽ പിന്നീടുള്ള കാലഘട്ടത്തിൽ അത് ഒരു റിജിഡ് പേഴ്സണാലിറ്റി ആയിട്ട് ഭയങ്കര ഓർഡർ ആയിരിക്കും ആ മനുഷ്യർക്ക്. എല്ലാം നല്ല ഓർഡറിൽ പോകണം, എല്ലാം നല്ല പെർഫെക്റ്റിൽ പോകണം, ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല, റൂൾസൊക്കെ ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കും. അങ്ങനെ ഫിക്സ് ചെയ്യപ്പെടുന്ന ആൾക്കാർക്ക് ലേറ്റർ ലൈഫിൽ അങ്ങനത്തെ ഉള്ളൊരു പേഴ്സണാലിറ്റി ആയിരിക്കും ഡെവലപ്പ് ചെയ്ത് വരിക എന്ന് പറയും. അതല്ല നമ്മൾ അത് പ്രോപ്പറായിട്ട് പഠിപ്പിക്കുന്നില്ല, നെഗ്ലക്റ്റ് ചെയ്യപ്പെടുന്നു, അങ്ങനെയുള്ള ആൾക്കാർക്കും ഫിക്സേഷൻ സംഭവിക്കുകയും ആ ഏനൽ ഫിക്സേഷൻ സംഭവിക്കുകയും അതിനെ നമ്മൾ ഏനൽ എക്സ്പൾസീവ് എന്നാണ് പറയുക അല്ലേ. നെഗ്ലക്റ്റ് ചെയ്യപ്പെടുന്ന അവസ്ഥയിൽ കൺട്രോൾ ചെയ്യപ്പെടുന്ന അവസ്ഥയിൽ ഏനൽ റിറ്റൻറ്റീവ് സംഭവിക്കുകയും നെഗ്ലക്റ്റ് ചെയ്യപ്പെടുന്ന അവസ്ഥയിൽ ഏനൽ എക്സ്പ്ലസീവ് സംഭവിക്കുകയും ചെയ്യും. 2 ഓർത്ത് വെക്കുക, ഏനൽ റിറ്റൻറ്റീവും ഏനൽ എക്സ്പ്ലസീവും. അങ്ങനെയുള്ള ആൾക്കാർക്ക് ലേറ്റർ പേഴ്സണാലിറ്റിയിൽ ലേറ്റർ ലൈഫിൽ ഭയങ്കര ഒരു മെസ്സി ആയിരിക്കും. അവർ ഭയങ്കര മെസ്സിയും ഡിസ്ഓർഗനൈസ്ഡും ആയിരിക്കും. ഒന്നിനോടും ഒന്ന് ഒരു ഓർഡർ ഇല്ല, ലൈഫിന് തന്നെ ഒരു ഓർഡർ ഇല്ല അല്ലേ, ജീവിക്കുന്ന രീതികളോടും ഒരു ഓർഡർ ഇല്ല, അങ്ങനത്തെ അവസ്ഥയായിരിക്കും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫ്രോയിഡിൻ്റെ കാഴ്ചപ്പാടിൽ ഏനൽ സ്റ്റേജിൽ 1 മുതൽ 3 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ കുട്ടിക്ക് പ്രോപ്പറായിട്ട് ഹെൽത്തി ആയിട്ട് അല്ലേ സിസ്റ്റമാറ്റിക് ആയിട്ട് ടോയ്ലറ്റ് ട്രെയിനിങ് കിട്ടുക എന്നുള്ളത്. അത് ഓവറായിട്ട് കൺട്രോൾ ചെയ്താലും നെഗ്ലക്റ്റ് ചെയ്താലും ഏനൽ ഫിക്സേഷൻ നടക്കും അല്ലേ. കൺട്രോൾ ചെയ്യപ്പെടുന്ന അവസ്ഥയിൽ ഭയങ്കരമായിട്ടും ഓവർ കൺട്രോൾ ചെയ്യപ്പെടുന്ന അവസ്ഥയിൽ ഏനൽ റിറ്റൻറ്റീവ് എന്ന അവസ്ഥയും നെഗ്ലക്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഏനൽ എക്സ്പൾസീവ് എന്ന് പറയുന്ന അവസ്ഥയും ചെയ്യും. ഇത് രണ്ടും പിന്നീട് ഉള്ള നമ്മളുടെ പേഴ്സണാലിറ്റീനെ ഇത് അഫക്റ്റ് ചെയ്യും. റിറ്റൻറ്റീവ് എന്ന് പറയുന്നത് മനുഷ്യരെ കൂടുതലും റിജിഡും ഓർഡർലിയും ആക്കുകയും എക്സ്പ്ലസീവ് എന്ന് പറയുന്ന ഫിക്സേഷൻ ഏനൽ ഫിക്സേഷൻ ആ മനുഷ്യനെ മെസ്സിയും ഡിസ്ഓർഗനൈസ്ഡ് ആക്കുകയും ചെയ്യുന്നു എന്നാണ് ഇതിനെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്ത സ്റ്റേജ് ഫ്രോയിഡിൻ്റെ തന്നെ വളരെ കോൺട്രവേഴ്സ്യലായിട്ടുള്ള ഒരു
തിയറിയെ തന്നെ വളരെ കോൺട്രവേഴ്സ്യലാക്കിയിട്ടുള്ള ഒരു വിശദീകരണമാണ് ഫ്രോയിഡ് ഫാലിക് സ്റ്റേജിനെ പറ്റിയിട്ട് പറഞ്ഞത്. അതായത് 3 തൊട്ട് 6 വയസ്സ് വരെയുള്ള കാലഘട്ടം. ആ കാലഘട്ടത്തിൻ്റെ ലിബിഡോ ഇരിക്കുന്നത് സെക്സ് ഓർഗൻസിലാണ്. അതായത് ജെനൈറ്റൽസ് എന്നാണ് അദ്ദേഹം അതിനെ വിശദീകരിച്ചിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. അതായത് ആൺകുട്ടികളുടെയും അല്ലെങ്കിൽ പെൺകുട്ടികളുടെയും ഒക്കെ സെക്സ് ഓർഗൻസിലാണ് അല്ലേ. ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ 3 തൊട്ട് 6 വയസ്സ് വരെയുള്ള കാലഘട്ടം. നമ്മളുടെ എറിക്സന്റെ ഒക്കെ തിയറി എടുത്ത് നോക്കുമ്പോൾ പ്രീ സ്കൂളിലോട്ടൊക്കെ പോകുന്ന പ്രീ സ്കൂള് കാലഘട്ടം പിയേഴ്സുമായിട്ട് മറ്റു കുട്ടികളുമായിട്ടും അല്ലെങ്കിൽ സിബ്ലിങ്സും ഒക്കെ കുട്ടികൾ തങ്ങളുടെ ജെൻഡർ ഐഡൻറ്റിറ്റി മനസ്സിലാക്കുന്നൊരു ഞാൻ ആൺകുട്ടിയാണെന്നും ഞാൻ പെൺകുട്ടിയാണെന്നും മനസ്സിലാക്കും. ഏജ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കളികൾ കുട്ടികളും കാറുകളും അല്ലാതെ ഓടിച്ചാടി കളിക്കുന്ന ഗെയിമും ഒക്കെ എടുക്കുമ്പോൾ പെൺകുട്ടികൾ സോഷ്യലൈസേഷൻ്റെ ഭാഗമാകാം. ചിലത് നമ്മൾ ഭയങ്കര ഇൻസ്റ്റിങ്ച്വലായിട്ട് ബൈബർത്ത് പോലെ പെൺകുട്ടികൾ കൂടുതലും പാവകളും കൊണ്ട് കളിക്കുകയും അല്ലേ കുക്കിംഗ് ഒക്കെ ആഹാരം ഉണ്ടാക്കി കഴിക്കുകയൊക്കെ ചെയ്യും. ജനറലായിട്ട് ഇപ്പോൾ നമ്മൾ സ്പെസിഫിക് കേസുകളെ പറ്റിയിട്ടല്ല പറയുന്നത്. അങ്ങനെ കുട്ടികൾ നിങ്ങളുടെ ജെൻഡർ ഞാൻ ആൺകുട്ടിയാണ് പെൺകുട്ടിയാണ് ഈ സെക്സ് ഓർഗൻസുകളെ പറ്റിയിട്ട് കുട്ടികൾക്ക് ഒരു ബോധം ഉണ്ടാവും അല്ലേ. എൻ്റെ സെക്സ് ഓർഗൻസും അല്ലെങ്കിൽ ഒരു ആൺകുട്ടി വിചാരിക്കും ആൺകുട്ടിയുടെയും പെൺകുട്ടികളുടെയുമുള്ള സെക്സ് ഓർഗൻസ് തമ്മിൽ ഡിഫറെൻ്റ് ആണ്. അവരത് കാണുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യും. അപ്പം കുട്ടികൾ ഈ സെക്സ് ഓർഗൻസ് ടച്ച് ചെയ്യുകയും അല്ലേ എന്നൊക്കെ ചെയ്യുന്ന ഫ്രോയിഡ് വിശദീകരിക്കുന്ന അങ്ങനെയാണ്. അത് ടച്ച് ചെയ്യുന്നതും അല്ലേ ഒക്കെയാണ് ആ സമയത്തുള്ള പ്ലഷർ സീക്കിംഗ് എന്ന് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു കീ ഫീച്ചറായിട്ട് ഈ പറയുന്ന നമ്മൾ നേരത്തെ സ്ലൈഡിൽ കാണിച്ചതുപോലെ ഓഡിപ്പസ് കോംപ്ലക്സും ഇലക്ട്രാ കോംപ്ലക്സും ജെൻഡർ ഐഡൻറ്റിറ്റി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആൺകുട്ടികളും പെൺകുട്ടികളും അവരുടെ ജെൻഡർ തിരിച്ചറിയുകയും ഞാൻ കുട്ടികളോട് ചോദിക്കുമ്പം ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് ചോദിക്കുമ്പോൾ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു മൈൽ സ്റ്റോൺ ആണത് അല്ലേ. ഒരു കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾ നേടിയെടുക്കേണ്ട ഒരു തിരിച്ചറിവാണത്. ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് ഒരു 3 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ കണ്ടാൽ ചോദിച്ചാൽ അവരപ്പം തന്നെ പറയും ആണാണോ പെണ്ണാണോ എന്ന് പറയും അല്ലേ. സോഷ്യലൈസേഷൻ്റെ ഭാഗമാണ്, കുട്ടികൾ തന്നെ മനസ്സിലാക്കുന്നതാണത് അല്ലേ. ആ ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന ഒരു ഫീച്ചർ നമ്മളുടെ ഫാലിക് സ്റ്റേജിലുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഫ്രോയിഡിൻ്റെ മറ്റൊരു കാഴ്ചപ്പാട്. ആ സമയത്ത് ആൺകുട്ടികൾക്ക് അമ്മമാരോട് ഒരു ഡിസയർ ഉണ്ടാവുകയും അല്ലെങ്കിൽ വല്ലാത്തൊരു ഇഷ്ടമുണ്ടാവുകയും ഒരു എൻവി, അച്ഛനോടൊരു ശത്രുതയും അമ്മയോടൊരു വല്ലാത്ത സ്നേഹവും അടുപ്പവും ഒരു ഡിസയർ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. എഡിപ്പസ് എന്ന് വെച്ചാൽ ഒരു പഴയ ഒരു കഥയാണ്. എഡിപ്പസിൻ്റെ റിലേറ്റഡ് ഗ്രീക്ക് സ്റ്റോറിയാണ്. ആ കോംപ്ലക്സ് എന്ന് വെച്ചാൽ ആ കോംപ്ലക്സ് എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അമ്മമാരോട് വല്ലാത്തൊരു അഭിനിവേശവും അടുപ്പവും സ്നേഹവും അച്ഛന്മാരോട് ആ സമയത്ത് ആൺകുട്ടികൾക്ക് കൂടുതലും ഒരു ശത്രുതാ മനോഭാവം, ഒരു എൻവി ഉണ്ടാവുകയും ചെയ്യും അല്ലേ. അച്ഛൻ എന്നെ ഉപദ്രവിക്കുമോ, കാസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു പദം അദ്ദേഹം ആ സമയത്ത് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. കാസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു പദം ഉപയോഗിക്കുന്നുണ്ട്. അതായത് എൻ്റെ ജെനൈറ്റൽ ഓർഗൻസ് അച്ഛൻ കട്ട് ചെയ്യുമോ എന്നാണ് ചില വേർഷൻസുകൾ അതിനെ പറ്റിയിട്ട് പറയുന്നത്. അതായത് അമ്മ എന്നോട് അടുപ്പം കാണിക്കാതിരിക്കാൻ അല്ല അമ്മ എന്നോട് അടുക്കാതിരിക്കാൻ അച്ഛൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു ചിന്ത കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും. ഇത് വളരെ കോൺട്രവേഴ്ഷ്യൽ ആണ്. കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഒരു ബോധം ആ സമയത്ത് ജെനൈറ്റൽ എന്ന് പറയുന്നത് ഒരു ലിബിഡോ ആയിട്ടൊന്നും കണക്കാക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ കൂടുതൽ കോൺട്രവേഴ്സീസ്, ഇങ്ങനെയുള്ള ഓപ്പോസിറ്റ് ജെൻഡർ പേരൻറ്റിനോടുള്ള അഭിനിവേശത്തെ പറ്റിയിട്ടും കോൺട്രവേഴ്സീസുകൾ ഉണ്ടെങ്കിലും ഈ സമയത്ത് നമ്മൾ എന്താണ് ഫാലിക് സ്റ്റേജിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഈഡിപ്പസ് കോംപ്ലക്സിനെ പറ്റിയിട്ട് പഠിക്കണം, മനസ്സിലാക്കണം. അതുപോലെ തന്നെയാണ് പറയുന്നത് ഇലക്ട്രാ കോംപ്ലക്സും ആ കാലഘട്ടത്തിൽ, അതായത് പെൺകുട്ടികൾക്ക് അച്ഛനോടുണ്ടാകുന്ന ഒരു വല്ലാത്ത അടുപ്പത്തെ പറ്റിയിട്ടാണ് ഇഡിപ്പസ് കോംപ്ലക്സിൽ പോകുന്നത്. ചില ഇടത്തൊക്കെ പറയുന്ന ആ സമയത്ത് പെൺകുട്ടികൾ ആ ഏജിൽ ഫിക്സേറ്റഡ് ആവുന്നത്, ജീവിത അവസാനം വരെ പെൺകുട്ടികൾക്ക് അച്ഛന്മാരോട് ഒരു മാനസിക അടുപ്പം അല്ലെ, ഒരു ആത്മബന്ധം ഉണ്ടായിരിക്കും, ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരിക്കും എന്നാണ് ഇലക്ട്രാ കോംപ്ലക്സിൽ പറയുന്നത്. അതായത് ഓഡിപ്പസ് കോംപ്ലക്സും ഇലക്ട്രാ കോംപ്ലക്സും ഐഡൻറ്റിറ്റി, ജെൻഡർ ഐഡൻറ്റിറ്റിയുമാണ് ഫാലിക് സ്റ്റേജിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ആ സമയത്ത് ലിബിഡോ എന്ന് പറയുന്നത്
ജെനൈറ്റൽസിൽ ആണ് ഉള്ളതെന്നും ഇറാജിനസ് സ്റ്റോൺ ജെനറ്റൈൽസുമാണ്. ഇതിൽ ഫിക്സേഷൻ എന്ന് പറയുന്നത് ഇതിലെവിടെയെങ്കിലും നമ്മൾ ഫിക്സേറ്റ് ചെയ്യപ്പെട്ടാൽ, അല്ലെങ്കിൽ ഇഡിപ്പസ് കോംപ്ലക്സിലും ഇലക്ട്രാ കോംപ്ലക്സിലും ഒക്കെ നമ്മൾ ഫിക്സ് ചെയ്യപ്പെട്ടാൽ ഭാവിയിൽ വാനിറ്റിയും റിലേഷൻഷിപ്പ് ഡിഫിക്കൽട്ടീസും ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സോ അതുപോലെ അദ്ദേഹത്തിൻ്റെ അടുത്ത സ്റ്റേജ്, അതായത് 6 വയസ്സ് കഴിഞ്ഞ് 6 തൊട്ട് 12 വയസ്സുള്ള സ്റ്റേജിനെ ലാറ്റൻസി സ്റ്റേജ് എന്നാണ് പറയുക. ഓക്കെ, ലാറ്റൻസി സ്റ്റേജ് എന്നാണ് പറയുക. ലാറ്റൻസി സ്റ്റേജിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ സമയത്ത് നമ്മളുടെ സെക്ഷൽ എനർജി ജെനൈറ്റൽസിലൊക്കെ ഉണ്ടായിരുന്ന ഈ സെക്ഷൽ എനർജി ഡോർമെൻ്റ് ആവുകയും ഇല്ലാതാവുന്നത് തന്നെ പറയും, ഇല്ലാതാവുകയും മനുഷ്യർ കൂടുതൽ ഈ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് ഫോക്കസ് ഉണ്ടാവും. ആ ഇറാജിനസ് സോൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡോർമെൻ്റ് സെക്ഷൽ എനർജിയാണ്. നമ്മളുടെ ജെനൈറ്റൽസിലൊക്കെ മുമ്പ് പറഞ്ഞിരുന്ന അതിനെല്ലാം പറഞ്ഞാൽ അത് ആ പ്ലഷർ കുറയുകയും ഫോക്കസ് മാറിയിട്ട് അല്ലേ ലേണിങ്ങിലേക്കും സോഷ്യൽ സ്കിൽ ഉണ്ടാക്കാനും പിയർ റിലേഷൻഷിപ്പിനും ഒക്കെ ഈ സമയത്ത് നമ്മൾ ട്രൈ ചെയ്യുമെന്നാണ് പറയുന്നത്. 6 തൊട്ട് 12 വരെയുള്ള കാലഘട്ടം എന്നാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സമയത്ത്. അത് ആ സമയത്ത് നമ്മൾ എനർജി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സെക്ഷൽ എനർജീസ് ഒക്കെ ഡോർമെൻറ്റ് ചെയ്ത് കുറച്ച് ഇല്ലാതാക്കിയിട്ട് ലേണിങ്ങിലേക്കും സോഷ്യൽ സ്കില്ലോടും പിയേഴ്സിനെ ഫ്രണ്ട്സിനെയൊക്കെ ഉണ്ടാക്കുന്നതിനുമൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യും. അതായിരിക്കും നമുക്കപ്പം സന്തോഷം, നമ്മളുടെ പ്ലഷർ അതിലായിരിക്കും എന്നുള്ളതാണ്. അത് നമുക്ക് പറ്റുന്നില്ല എങ്കിൽ നമുക്ക് ഫിക്സേഷൻ സംഭവിക്കുന്നത് പിന്നീട് സുഹൃത്തുക്കളെ ഉണ്ടാക്കുവാനും പറ്റാതെ വരികയും ഒരു ഇമ്മെച്യൂരിറ്റി അല്ലേ, നമുക്ക് മെച്യൂർ ആകാൻ മുതിർന്ന ആളാകാനായിട്ടുള്ള കപ്പാസിറ്റീസ് ഒന്നും ഉണ്ടാകാതിരിക്കുന്ന ഒരു ചിന്തയിൽ നമുക്ക് അവിടെ ഫിക്സേഷൻ ഉണ്ടാവുകയും പിന്നീട് റിലേഷൻഷിപ്പുകളും ബോണ്ടുകളും ഉണ്ടാക്കാൻ അത് തടസ്സമാവുകയും ചെയ്യുമെന്നാണ് ലാറ്റൻസി സ്റ്റേജിൽ പറയുന്നത്. അടുത്ത സ്റ്റേജ് ജെനൈറ്റൽ സ്റ്റേജാണ്. ഓക്കെ, ജെനൈറ്റൽ സ്റ്റേജാണ് ഫ്രോയിഡിൻ്റെ അവസാനമായിട്ട് പറയുന്നത്. അദ്ദേഹം അവിടെ പറയുന്നത് ഈ 12, അതായത് നമുക്ക് പ്യൂബർട്ടി എന്ന് പറയാം, നമ്മളുടെ പ്യൂബർട്ടി എത്തുന്നതോട് കൂടിയിട്ടാണ് ജെനൈറ്റൽ സ്റ്റേജ് ഉണ്ടാകുന്നതെന്നും അത് 12 വയസ്സ് മുതൽ ടിൽ ഡെത്ത് എന്ന് പറയാം. ആ കാലഘട്ടത്തെയാണ് നമ്മൾ ജെനൈറ്റൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിൽ ഇത് നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന ജെനൈറ്റൽസിലാണ്. ഫാലിക് സ്റ്റേജിൽ നമുക്ക് ഈ പറയുന്നത് പോലെ ലിബിഡോയും ഇറാജിനസ് സ്റ്റോണും ഉള്ളതെങ്കിലും ഈ ജെനൈറ്റൽ സ്റ്റേജിലേക്ക് വരുമ്പോൾ ഇത് കുറച്ച് മെച്യൂർ ആയിരിക്കും, കുറച്ചും കൂടെ മെച്യൂറുള്ള പക്വതയുള്ള ഒരു ലിബിഡോ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ആ സമയത്ത് നമ്മൾ അഡൽട്ട് ഇൻറ്റിമസി, ആ സമയത്ത് നമ്മുടെ ഫീച്ചേഴ്സ് അഡൽട്ട് ഇൻറ്റിമസിയും എംപതിയും ബാലൻസ്ഡ് പേഴ്സണാലിറ്റിയും ഒക്കെ ആ സമയത്ത് നമ്മൾ ഉണ്ടാക്കും. നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പുകളും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെ ഒരു ബോണ്ട് ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഒരു പേഴ്സൺ ഉണ്ടാവും. അത് നമ്മൾ ആ സമയത്ത് ഒരു ബാലൻസ്ഡ് പേഴ്സണാലിറ്റി, സമൂഹത്തിന് ജീവിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബാലൻസ്ഡ് പേഴ്സണാലിറ്റിയിലേക്ക് നമ്മൾ ആ കാലഘട്ടത്തിൽ വരും എന്നാണ് അല്ലേ. നമുക്കതൊന്നും പറ്റുന്നില്ല എങ്കിൽ ആ സമയത്ത് നമുക്കതിനെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ, അതായത് ഒരു ഇൻറ്റിമസിയും ഒരു എല്ലാവരെയും മനസ്സിലാക്കുന്ന തരത്തിലുള്ള ഒരു എംപതിയും അല്ലേ ഒരു ബാലൻസ്ഡ് പേഴ്സണാലിറ്റിയും ഒക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്കെന്താ ജെനൈറ്റൽ ഫിക്സേഷൻ ഉണ്ടാവുകയും അത് പ്യുവർ സെക്ഷൽ റിലേഷൻഷിപ്പ് നമ്മൾ ഫിക്സ് ആവുകയും ലാക്ക് ഓഫ് ഫുൾഫിൽമെൻറ്റ് നമുക്ക് ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ളതാണ് നമ്മളുടെ ജെനൈറ്റൽ ഫിക്സേഷനിൽ നമുക്ക് സംഭവിക്കുക. അതായത് അവിടെ നമ്മൾ സ്റ്റക്കാവും എന്ന്. സോ ഇതാണ് നമ്മളുടെ ഫ്രോയിഡിൻ്റെ സൈക്കോസെക്ഷൽ തിയറിയിലേക്ക് പറയുന്നത്. പ്യൂബർട്ടി ഉണ്ട്, പ്യൂബർട്ടി തൊട്ട് ഡെത്ത് വരെ നമ്മൾ ജെനൈറ്റൽ സ്റ്റേജാണ്. ഇവിടേക്ക് വരുമ്പോൾ ഫാലിക് സ്റ്റേജിൽ നിന്നും തന്നെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു മെച്യൂർ ആയിട്ടുള്ള സെക്ഷൽ ഡിസയേഴ്സ് ആയിരിക്കും അത് എന്ന് പറയുന്നത്. ആ ഡിസയേഴ്സ് എന്ന് പറയുന്നത് അവിടെ നമ്മളുടെ ലിബിഡോ എന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ള എംപതറ്റിക് ആയിട്ടുള്ള അഡൽട്ട് ഇൻറ്റിമസി അല്ലെ റിലേഷൻഷിപ്പുകളും മാരേജും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും
ചിലരവിടെ ഫിക്സേറ്റഡ് ആവും. അവിടെ പുവർ സെക്ഷൽ റിലേഷൻഷിപ്പിലൊക്കെ നമ്മൾ ചിലപ്പോൾ ഫിക്സേറ്റഡ് ആയി പോകും. അവിടെ ചിലപ്പോൾ ലാക്ക് ഓഫ് ഫുൾഫിൽമെൻ്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥയും പോസിബിൾ ഫിക്സേഷനായിട്ട് നമുക്ക് ഉണ്ടാവുന്നതാണ്. കീ നോട്ട്സ് നമ്മൾ ഓർത്തിരിക്കേണ്ടത് എന്തൊക്കെയാന്ന് വെച്ചാൽ ഒന്നും കൂടെ നോക്കിയാണെങ്കിൽ ഓറൽ സ്റ്റേജ് എന്ന് പറയുന്നത് 0 തൊട്ട് 1 വരെയുള്ള 0 to 1 ഇയർ ആണ്. അതിൻ്റെ സോൺ ഇറാജിനസ് സോൺ എന്ന് പറയുന്നത് മൗത്താണ്. ഫീഡിങ് ആണ്, സക്കിങ് ആണ്. ത്രൂ ഫീഡിങ് ആണ്, സക്കിങ് ആണ്. നമുക്ക് പ്ലഷർ കിട്ടുന്നത് ഫിക്സേഷൻ, അതായത് നമുക്ക് ഫീഡ് ചെയ്യാനും സക്ക് ചെയ്യാനും കുട്ടിക്ക് ഹെൽത്തി ആയിട്ട് പറ്റുന്നില്ല എങ്കിൽ ഫിക്സേഷൻ നടക്കും. ഏതാണ്? ഡിപ്പെൻഡൻസി, സ്മോക്കിംഗ്, ഓവർ റിയാക്ടിങ് എന്ന് പറയുന്ന ഫിക്സേഷൻ ആണ് ആ കാലഘട്ടത്തിൽ സംഭവിക്കുന്നത്. സോ അടുത്ത കാലഘട്ടം എന്ന് പറയുന്നത് ഏനൽ സ്റ്റേജ് ആണ്. അത് 1 മുതൽ 3 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. സോൺ എന്ന് പറയുന്നത് ഏനസ് ആണ്. ടോയ്ലറ്റ് ട്രെയിനിങ് ആണ് അവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം. അത് പ്രോപ്പറായിട്ട് ടോയ്ലറ്റ് ട്രെയിനിങ്, അതായത് ഭയങ്കര നമ്മൾ ഫിക്സേഷൻ സംഭവിക്കുന്ന ഈ കേസിലാണ് ഏനൽ റിറ്റൻറ്റീവ്. അതായത് ഇവിടെ നമ്മൾ ഓവർ കൺട്രോൾ ചെയ്യപ്പെടുമ്പോൾ ഏനൽ റിറ്റൻറ്റീവും പേഴ്സണാലിറ്റി ലേറ്റർ സ്റ്റേജിൽ ഓർഡർലിയും സ്റ്റബേണും ആവും. അല്ലെങ്കിൽ ഏനൽ എക്സ്പൾസീവ് ആയിരിക്കും. അതായത് നെഗ്ലക്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഏനൽ സ്റ്റേജിൽ ടോയ്ലറ്റ് ട്രെയിനിങ്ങും പ്രോപ്പറായിട്ടും അത് ട്രെയിൻ ചെയ്യപ്പെടുന്നില്ലെങ്കിൽ നമ്മൾ പിന്നീട് മെസ്സി ആൻഡ് കെയർലെസ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയിലേക്കും മാറും. അടുത്ത സ്റ്റേജ് ഫാലിക് സ്റ്റേജ് ആണ്. 3 തൊട്ട് 6 വയസ്സ് വരെയാണ്. ഇറാജിനസ് സോൺ എന്ന് പറയുന്നത് ജെനൈറ്റൽസ് ആണ്. അവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട 2 കോംപ്ലക്സുകളെ പറ്റിയിട്ടാണ്. ഇഡിപ്പസ് കോംപ്ലക്സ്, ഇഡിപ്പസ് എന്ന് പറഞ്ഞാൽ ചൈൽഡ് ടു മദറും, ബോയ് ചൈൽഡ് ടു മദറും, ഇവിടെ ഗേൾ ചൈൽഡ് ടു ഫാദറിനോടുമുള്ള നമ്മളുടെ ഡിസയേഴ്സ് ആണ്, അല്ലെങ്കിൽ അടുപ്പമാണ്. ഫിക്സേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ വാനിറ്റി, റെക്ലെസ്നെസ് ആൻഡ് സെക്ഷൽ ആൻസൈറ്റി ലേറ്റർ സ്റ്റേജിൽ നമുക്ക് ഉണ്ടാവും. അവിടെ നമ്മൾ സ്റ്റക്കാവും ഇതേ കാരണങ്ങളാൽ. ലേറ്റൻസി സ്റ്റേജിൽ പറയുന്നത് അവിടെ ഡോർമെന്റ് അല്ലെ കുറയുന്ന സെക്ഷൽ എനർജിയാണ്. നമ്മളുടെ ഫോക്കസ് എവിടേക്ക് മാറും? ലേണിങ്ങിലേക്കും സോഷ്യൽ സ്കില്ലിലേക്കും മാറും. ഇതും നമ്മൾ ഓർത്ത് വെച്ചേക്കുക. എന്താണ് ലേറ്റൻസി സ്റ്റേജ്? ബാക്കിയുള്ള സ്റ്റേജുകളെക്കാളും ബോഡിയിൽ നിന്ന് അല്ലേ, ഈ സോൺ എന്ന് പറയുന്നത് ഫോക്കസ്, ബോഡിയിൽ നിന്ന് നമ്മളുടെ ഫോക്കസ് ലേണിങ്ങിലേക്കും പുതിയ സ്കില്ലിലേക്കും ഒക്കെ മാറും എന്നുള്ളതാണ്. ഫ്രോയിഡ്സിന്റെ സൈക്കോസെക്ഷൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റില് ലാസ്റ്റ് നമ്മൾ പറയുന്ന സ്റ്റേജ് ജെനൈറ്റൽ സ്റ്റേജ് ആണ് അല്ലേ. ഈ സോൺ എന്ന് പറയുന്നത് മെച്വർ സെക്ഷൽ ഇൻട്രസ്റ്റ് ആണ്. ഈ സമയത്ത് നോക്കുന്നത് ജെനൈറ്റൽ തന്നെയാണ് അതിൻ്റെ സോൺ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ നോക്കുന്നത് ഹെൽത്തി അഡൽട്ട് റിലേഷൻഷിപ്പാണ്. നമുക്കൊരു നല്ല പേഴ്സണാലിറ്റി ആ സമയത്ത് ഹെൽത്തി ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി നമുക്ക് എടുക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്കിവിടെ ഫിക്സ് ആവും എന്നാണ്. നമ്മൾ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിലും അല്ലെ, നമ്മൾ പുവർ സെക്ഷൽ റിലേഷൻഷിപ്പിലും അല്ലേ, കുറഞ്ഞ സെക്ഷണൽ ലാക്ക് ഓഫ് ഫുൾഫിൽമെൻറ്റിലും നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മളുടെ ഫിക്സേഷൻ നടക്കുന്നത് എങ്ങനെയാണ് അല്ലേ, ലേറ്റർ ലൈഫിനെ വളരെ ബാധിക്കുന്ന തരത്തിലുള്ള ലാക്ക് ഓഫ് ഫുൾഫിൽമെൻറ്റും അല്ലേ, പൂവറായിട്ടുള്ള സെക്ഷൽ റിലേഷൻഷിപ്പിലേക്കുമൊക്കെ ആയിരിക്കും നമ്മൾ ഫിക്സ് ആയി പോവുക. സോ നമ്മൾ ഇവിടെ ഒരു ഗോളുണ്ട് ജെനൈറ്റൽ സ്റ്റേജിൽ. നമ്മുടെ പ്രധാനമായിട്ടുള്ള ഗോൾ എന്ന് പറയുന്നത് ഹെൽത്തി അഡൽട്ട് റിലേഷൻഷിപ്പാണ്. ഇതിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എവിടെയാണ്? പുവർ സെക്ഷൽ റിലേഷൻഷിപ്പിലും അല്ലേ, ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത ലാക്ക് ഓഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ലെവലിൽ നമ്മൾ ഫിക്സ് ആയി പോവും. ഗോള് ഹെൽത്തി അഡൽട്ട് റിലേഷൻഷിപ്പാണ്. അതാണ് നമ്മൾ ജെനൈറ്റൽസിനെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. സോ ഈഗോ, സൂപ്പർ ഈഗോയെ പറ്റിയിട്ട് നമ്മൾ സംസാരിച്ചു. സോ ഈ സമയത്ത് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഇൻഫാൻസിയിൽ നിന്ന് ഈ 12+ ഇയേഴ്സിൻ്റെ ജെനൈറ്റൽ സ്റ്റേജിലേക്ക് വരുമ്പോൾ നമ്മളുടെ ഇഡും ഈഗോയും സൂപ്പർ ഈഗോയും, അതായത് പേഴ്സണാലിറ്റി സ്ട്രക്ചേഴ്സ് ഷേപ്പ് ഡ്യൂറിങ് ഡെവലപ്മെൻറ്റിൽ നമ്മളുടെ ഇഡും ഈഗോയും സൂപ്പർ ഈഗോയും സ്ട്രെങ്തൻ ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ ആയിരിക്കും. ഏതെങ്കിലും ഒന്ന് ചിലപ്പോൾ ഡോമിനേറ്റ് ചെയ്തെന്നിരിക്കും. ഈ കാലഘട്ടത്തിൽ നമ്മളുടെ ഡെവലപ്മെൻറ്റ് ഈ പേഴ്സണാലിറ്റിയുടെ 3
സ്ട്രക്ചറിനെയും നമ്മളുടെ ഡെവലപ്മെൻറ്റിനെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഹെൽത്തി ആയിട്ടും അൺഹെൽത്തിയുമായിട്ടും ഒക്കെ അത് ഇമ്പാക്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. സോ ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഇത് ഫ്രോയിഡിൻ്റെ തിയറി വാസ് റെവല്യൂഷണറി ലിങ്കിങ് ചൈൽഡ്ഹുഡ് ആൻഡ് എക്സ്പീരിയൻസ് ആൻഡ് അഡൽട്ട് പേഴ്സണാലിറ്റി. ഇതൊരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് അഡൽട്ട് പേഴ്സണാലിറ്റീനെ ബാധിക്കും അല്ലേ? പിന്നീട് ഉണ്ടാകുന്ന അഡൽട്ട് ജീവിതത്തിലെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസിന് വളരെയധികം പങ്കുണ്ട്. ചൈൽഡ്ഹുഡ് ശൈശവകാലത്തെ അല്ലെങ്കിൽ കുഞ്ഞായിരിക്കുന്ന അല്ലെങ്കിൽ ശൈശവകാലത്തെ എക്സ്പീരിയൻസുകൾ അഡൽട്ട് പേഴ്സണാലിറ്റിയെ ബാധിക്കുന്ന പറയപ്പെടുന്ന തിയറി ഏതാണെന്ന് ചോദിച്ചാൽ സൈക്കോ അനലിറ്റിക്കൽ തിയറി, ഫ്രോയിഡിൻ്റെ തിയറിയാണ് നമ്മൾ എഴുതേണ്ടത്. ഇതിൻ്റെ ക്രിറ്റിസിസം കൺസിഡേർഡ് കൾച്ചറലി ബയാസ്ഡ്, ഓവർലി ഫോക്കസ്ഡ് ഓൺ സെക്ഷുവാലിറ്റി ആൻഡ് ലാക്കിംഗ് എംപിരിക്കൽ എവിഡൻസ് അല്ലേ? ഇത് രണ്ടുമാണ് ഫ്രോയിഡിൻ്റെ തിയറിൻ്റെ ക്രിറ്റിസിസം. എന്താണെന്ന് നമുക്ക് MCQയിലൊക്കെ ചോദിച്ചാൽ പറയണം. ഒന്ന്, എംപിരിക്കൽ എവിഡൻസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എംപിരിക്കൽ എവിഡൻസ് എന്ന് വെച്ചാൽ അദ്ദേഹം അധികം എക്സ്പെരിമെൻറ്റുകളും സയൻറ്റിഫിക് സ്റ്റഡികളും ഒന്നും നടത്തിയിരുന്നില്ല എന്നാണ്. ലാക്ക് ഓഫ് സയൻറ്റിഫിക് സ്റ്റഡി എന്നാണ്. മനസ്സിലായോ? സോ അങ്ങനത്തെ എവിഡൻസുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ്. എവിഡൻസ് ഇല്ല, നോട്ട് മച്ച് എവിഡൻസ് എന്ന് പറയാം അല്ലേ? അദ്ദേഹത്തിൻ്റെ പല തിയറികൾക്കും വലിയ എവിഡൻസുകൾ ഉണ്ടായിരുന്നില്ല, പലതും സ്റ്റേറ്റ്മെൻറ്റുകളായിരുന്നു അല്ലേ? അത് എന്ന് പറയാം. അതാണ് ഒരു ക്രിറ്റിസിസമായിട്ട് പറയുന്നത്. കൂടുതലും കൾച്ചറലി ബയാസ്ഡ് ആയിരുന്നു. ഓരോ കൾച്ചറിനും ഈ പറയുന്ന സ്റ്റേജുകൾക്കും അദ്ദേഹം പറയുന്ന വിശദീകരണങ്ങൾക്കും ഫിക്സേഷനുകൾക്കും ഒക്കെ വ്യത്യാസമുണ്ട്. കൾച്ചറലി ബയാസ്ഡ് ആയിരുന്നു. എല്ലാ കൾച്ചറിനും അത് വിശദീകരിക്കാൻ ഓരോ മനുഷ്യനുമല്ലേ, നമ്മൾ സൈക്കോ സോഷ്യൽ തിയറി പറയുന്ന പോലെ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന സത്യവുമായിട്ട് അത് അധികം ചേർന്ന് പോകുന്നതായിരുന്നില്ല. പിന്നെ ഓവർലി ഫോക്കസ്ഡ് ഓൺ സെക്ഷുവാലിറ്റി, ഫാലിക് സ്റ്റേജിലൊക്കെ കൂടുതലും സെക്ഷുവൽ ഡിസയേഴ്സിനെ പറ്റിയിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതും വളരെയധികം ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ലെഗസി, ഇതെല്ലാം ക്രിറ്റിസിസം ഉണ്ടായെങ്കിലും ഇറ്റ് ലെയ്ഡ് ദ ഫൗണ്ടേഷൻ ഓഫ് സൈക്കോ അനാലിസിസ് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിന്, സൈക്കോളജിയുടെ തന്നെ ഒരു സയൻറ്റിഫിക് ഗ്രോത്തിന് അല്ലെ, അദ്ദേഹത്തിൻ്റെ തിയറിയെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് ധാരാളം പുതിയ തിയറികൾ ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ തിയറിയെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് എറിക് എറിക്സണും അന ഫ്രോയിഡ്, അദ്ദേഹത്തിൻ്റെ തന്നെ മകളുടെയും ഒക്കെ ധാരാളം കൂടുതൽ തിയറികൾ ഉണ്ടായി. പിയാഷെ പോലെയുള്ള ക്രിട്ടിസൈസ് ചെയ്യുന്ന മറ്റധികം ധാരാളം കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിനെ പറ്റിയിട്ട് തിയറീസുമായിട്ട് മറ്റധികം സൈക്കോളജിസ്റ്റുകൾ ഉണ്ടായി അല്ലേ? അതൊരു സൈക്കോളജിയുടെ തന്നെ മൊത്തം ഗ്രോത്തിനെയും അതിന് ഒരു ഫൗണ്ടേഷൻ ആയിട്ട് മാറുകയായിരുന്നു സൈക്കോ അനാലിസിസ് എന്ന് പറയുന്നത്. സൈക്കോ അനാലിസിസ് നമുക്കിപ്പോൾ സൈക്കോ ഡൈനാമിക് തിയറികളുമായിട്ട് മോഡേൺ കാലഘട്ടത്തിലുമൊക്കെ വളരെ റെലവൻ്റ് ആയിട്ട് നിലനിൽക്കുന്നതാണ്. സോ എറിക്സന്റെ സൈക്കോ സോഷ്യൽ തിയറിക്കും എല്ലാം നമ്മളുടെ സൈക്കോ അനാലിസിസ് ഇൻസ്പയർ ആയിട്ടെന്നാണ് പറയുന്നത്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ കാണാം. ഓക്കെ, സോ അക്കോർഡിംഗ് ടു ഫ്രോയിഡ്, അഡൽട്ട് പേഴ്സണാലിറ്റീസ് ലാർജലി ഷേപ്ഡ് ബൈ എന്താണ്? ഫ്രോയിഡിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് അഡൽട്ട് പേഴ്സണാലിറ്റി ലാർജലി ഷേപ്ഡ് ബൈ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഫ്രോയിഡിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് അഡൽട്ട് പേഴ്സണാലിറ്റി എന്താണ് ഷേപ്പ് ചെയ്യുന്നത് എന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, അതിൽ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് പറയുന്നുണ്ട്, ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ആൻഡ് ഫിക്സേഷൻസ് പറയുന്നുണ്ട്. അതായത് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലെ നമ്മളുടെ പ്ലഷർ സീക്ക് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ പേഴ്സൺ അവിടെ സ്റ്റക്കായി പെടുന്ന അവസ്ഥയാണ് ഫിക്സേഷൻ എന്ന് പറയുന്നത്. സോഷ്യൽ ലേണിങ്ങും ചെയ്യാനായിട്ട്. ഇപ്പം ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ആൻഡ് ഫിക്സേഷൻസ് ആണ് നമ്മളുടെ പേഴ്സണാലിറ്റീനെ ഷേപ്പ് ചെയ്യുന്നത് എന്നാണ് ഫ്രോയിഡ് പറയുന്നത്. ഫിക്സേഷൻ അറ്റ് ദ ഓറൽ സ്റ്റേജ് മേ ലീഡ് ടു വിച്ച് അഡൽട്ട് പേഴ്സണാലിറ്റി ട്രേറ്റ്? അതായത് ഓറൽ സ്റ്റേജിൽ അല്ലേ, ഓറൽ സ്റ്റേജിലെ നമ്മളുടെ ഫിക്സേഷൻ, അതായത് സക്ക് ചെയ്യുക, ഫീഡ് ചെയ്യപ്പെടുക എന്നറിയപ്പെടുന്ന നമ്മളുടെ ഓറൽ പ്ലഷറിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ എന്താണ് നമുക്ക് സംഭവിക്കുക, പേഴ്സണ് സംഭവിക്കാനുള്ള സാധ്യത? അതായത്
അത് ഡിപ്പെൻഡൻസി ആൻഡ് സ്മോക്കിംഗ് ഹാബിറ്റ് ആണ് അല്ലേ. ഡിപ്പെൻഡൻസി ആൻഡ് സ്മോക്കിംഗ് ഹാബിറ്റ് ആണ് അതിൻ്റെ ആൻസർ അല്ലേ. പിന്നീട് ലേറ്റർ സ്റ്റേജിൽ ഓറൽ പ്ലഷർ സീക്ക് ചെയ്യുന്ന രീതിയിലുള്ള അതിൻ്റെ ഭാഗമായിട്ടാണ് സ്മോക്കിംഗ് ഹാബിറ്റ് ഉണ്ടാകുന്നതെന്നും ഈ മനുഷ്യർക്ക് പിന്നീട് സ്വയം കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ വരികയും ഡിപ്പെൻഡൻസി ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊരു കണ്ടെത്തൽ. ഇനി ഈ ഓഡിപ്പസ് കോംപ്ലക്സ്, ഈ ഓഡിപ്പസ് ആൻഡ് ഇലക്ട്ര കോംപ്ലക്സ് ആർ സെൻട്രൽ ടു വിച്ച് സ്റ്റേജ്? അതായത് ഓഡിപ്പസ് എന്ന് പറഞ്ഞാൽ ആൺകുട്ടികൾക്ക് അച്ഛനോട് തോന്നുന്ന ഡിസയേഴ്സും ആൺകുട്ടികൾക്ക് അമ്മയോട് തോന്നുന്ന ഡിസയേഴ്സും പെൺകുട്ടികൾക്ക് അച്ഛനോട് തോന്നുന്ന ഡിസയേഴ്സിനെ പറ്റിയിട്ടാണ് ഓഡിപ്പസ് കോംപ്ലക്സിൽ പറയുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഏത് സ്റ്റേജിലാണ് അദ്ദേഹം അതിനെ വിശദീകരിക്കുന്നത്? ഏത് സ്റ്റേജിലാണ് അത് പറയുന്നത്? ഫാലിക് സ്റ്റേജിലാണ് അല്ലേ. ഫാലിക് സ്റ്റേജിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ടാണ്, ഫാലിക് സ്റ്റേജിൻ്റെ ഒരു ഫീച്ചേഴ്സ് ആയിട്ടാണ് നമ്മൾ ഓഡിപ്പസ് കോംപ്ലക്സിനെ പറ്റിയിട്ട് പറയുന്നത്. അവിടെയും ഫിക്സേഷൻ സംഭവിക്കും. ഇനി റിഗ്രഷൻ ടു ദ ഓറൽ സ്റ്റേജ്. റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ ഗോയിങ് ബാക്ക് ടു എ പ്രീവിയസ് സ്റ്റേജ് എന്ന് നമുക്ക് പറയാം അല്ലേ. ബിക്കോസ് ഓഫ് ഫിക്സേഷൻ അല്ലേ. ഫിക്സേഷൻ സംഭവിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ഏരിയയിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നതിനെയാണ് നമ്മൾ റിഗ്രഷൻ എന്ന് പറയുന്നത്. സോ റിഗ്രഷൻ ടു ദ ഓറൽ സ്റ്റേജ് അണ്ടർ സ്ട്രെസ് മേ റിസൾട്ട് ഇൻ ഏത് എക്സസീവ് ടയർഡ്നെസ് ആണോ, സ്മോക്കിംഗ് ഓവർ റിയേറ്റിംഗ് ആണോ, അഗ്രഷൻ ടുവേഴ്സ് അതോറിറ്റി ആണോ, സോഷ്യൽ വിഡ്രോവൽ ആണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. പിന്നെ ആൻസർ എന്ന് പറയുന്നത് സ്മോക്കിംഗ് ഓർ ഓവർ റിയാക്ടിങ്. സ്മോക്കിംഗ് ആൻഡ് ഓവർ റിയാക്ടിങ് ആണ് ഇതിൻ്റെ ആൻസർ. ഇനി ദ ലാറ്റൻസി സ്റ്റേജ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ. ലാറ്റൻസി സ്റ്റേജ് എൻ്റെ ക്യാരക്ടർ എന്താണ്? അതായത് ഇൻറ്റൻസ് സെക്ഷൽ ഡിസയർ ആണോ, ഡോർമെൻ്റ് സെക്ഷൽ എനർജി ആൻഡ് ഫോക്കസ് ആണ്. ലാറ്റൻസി ഓർത്താൽ തന്നെ നമ്മൾ പറയണം ഇത് ഒരു ഫോക്കസ് ഷിഫ്റ്റ് ആണ് അല്ലേ. ഫോക്കസ് ഷിഫ്റ്റ് ആണ് നമ്മളുടെ ബോഡിയിലുള്ള നമ്മുടെ പ്ലഷർ സീക്കിംഗ് ആയിട്ടുള്ള നമ്മളുടെ ടെൻഡൻസിയിൽ നിന്നുള്ള ഒരു ഷിഫ്റ്റ് ആയിരുന്നു, ഫോക്കസ് ഷിഫ്റ്റ് ആയിരുന്നു. അത് ഡോർമെൻ്റ് എനർജി ആൻഡ് ഫോക്കസ് ഓൺ ലേണിംഗ് ആണ് ലേറ്റൻസി സ്റ്റേജ്. കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ലേറ്റൻസി സ്റ്റേജ് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് സ്റ്റേജ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ഡെവലപ്മെൻറ്റ് ഓഫ് മെച്യൂർ അഡൾട്ട് റിലേഷൻഷിപ്പ്? മെച്യൂർ അഡൾട്ട് റിലേഷൻഷിപ്പ് അതായത് നമ്മൾ ഫാലിക് സ്റ്റേജിൽ ഈ മെച്യൂരിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു, ഫിക്സേഷൻസുകൾ സംഭവിക്കുന്നു, ഓഡിപ്പസും ഇലക്ട്രാ കോംപ്ലക്സും ഒക്കെ സംഭവിക്കുന്നു. അത് കഴിഞ്ഞ് ലാറ്റൻസി സ്റ്റേജിൽ വന്ന് നമ്മൾ ഫോക്കസ് നമ്മളുടെ പഠനത്തിലും സ്കിൽ ഡെവലപ്മെൻറ്റിലും ഒക്കെ ആകുന്നു. പിന്നീട് ഫാലിക് സ്റ്റേജിലെ പോലെ തന്നെ ജെനറ്റിക്സ് ഒരു ലിബിഡോയും ജെനറ്റൈൽസിൻ്റെ ലിബിഡോ അല്ലെങ്കിൽ അവിടെ ഒരു ഇറാജനസ് സോൺ വരുമ്പോൾ അത് കുറച്ച് മെച്യൂർ സെക്ഷൽ എനർജിയാണ് വരുന്നത്. അവിടുത്തെ ഒരു നീഡെന്ന് പറയുന്നത് ഹെൽത്തി റിലേഷൻഷിപ്പാണ് അല്ലേ. അത് ഓർത്ത് വെക്കുക. വിച്ച് സ്റ്റേജ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ഡെവലപ്മെൻറ്റ് ഓഫ് മെച്യൂർ അഡൾട്ട് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ജെനൈറ്റൽ സ്റ്റേജ് ആണ്. ഓക്കെ. സോ ഫിക്സേഷൻ അറ്റ് ദ anal stage may lead to which personality trait? അതായത് anal സ്റ്റേജിൽ നമുക്ക് ഫിക്സേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അല്ലേ, ഫിക്സേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഏത് പേഴ്സണാലിറ്റി ടൈപ്പിനാണ് സാധ്യത ഉള്ളത് അല്ലേ? ഫിക്സേഷൻ ഇപ്പോൾ എന്താണെന്ന്, ഇത് ഡിപ്പെൻഡൻ്റ് ആണോ, ഓർഡർലി ആൻഡ് സ്റ്റബേൺ ആണോ? അതായത് ഇവിടെ എഴുതിയിട്ടുണ്ട്, ആൻസറിൽ വരുന്നതാണ് ഏനൽ റിറ്റൻറ്റീവായിട്ട് മാറുന്നു, റെക്ലെസ് ആൻഡ് വെയിൻ, സോഷ്യലി ആൻഡ് വിഡ്രോവൺ. എങ്ങനെയാണ്? പേടാണ്. നമ്മൾ ഏനൽ സ്റ്റേജുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഏനൽ റിറ്റൻറ്റീവ് ആണ്, ടോയ്ലറ്റ് ട്രെയിനിങ് ആണ്. ഇവിടെ ഹാർഷ് അല്ലെങ്കിൽ ഓവർ കൺട്രോൾ സംഭവിക്കുമ്പോൾ എന്തുണ്ടാവും? ഓർഡർലി ആൻഡ് സ്റ്റബേൺ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ട് നമ്മൾ മാറും. Which of the following is the best describe fixation at the phallic stage? Phallic സ്റ്റേജിലെ ഫിക്സേഷൻ, അതായത് നമ്മളുടെ ലാസ്റ്റ് സ്റ്റേജിലെ ഫിക്സേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഏത്
എങ്ങനെയാണ് നമുക്ക് ബെസ്റ്റായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുക? ഡിപ്പെൻഡൻസി ആൻഡ് പാസിവിറ്റി ആണോ, വാനിറ്റി ആൻഡ് റെക്ലെസ്നെസ് ആണോ, സെക്ഷൽ ആൻസൈറ്റി ആണോ, ഒബ്സസീവ് ആൻഡ് ക്ലീൻലിനെസ് ആണോ, ലാക്ക് ഓഫ് സോഷ്യൽ സ്കില്ലാണോ? എന്താണ്? വാനിറ്റിയും റെക്ലെസ്നെസ്സും സെക്ഷൽ ആൻസൈറ്റിയുമാണ് അല്ലേ. ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, സെക്ഷൽ റിലേഷൻഷിപ്പ് എല്ലാം ഉണ്ടാവാതിരിക്കുകയും നമ്മളൊരു വാനിറ്റി ആൻഡ് റെക്ലെസ്നെസ് ഉള്ള ഒരു പേഴ്സണാലിറ്റിയിലായിരിക്കും നമ്മൾ ഫാലിക് സ്റ്റേജിലെ ഫിക്സേഷന് നമുക്ക് ഉണ്ടാവുക. സോ ഇറ്റ്സ് ലൈക്ക് അടുത്ത നമ്മളത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഫ്രോയിഡിൻ്റെ തിയറി നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത് ഇറ്റ്സ് ലൈക്ക് ഹാവിങ് 5 miniature personalities, each lasting a couple of years until you reach maturity. Each stage presents you with a unique challenge, and if you successfully overcome that challenge, you acquire a fully mature personality. ഈ ഓരോ കാലഘട്ടവും നമ്മൾ ഫിക്സേഷൻ സംഭവിക്കും ചില സമയത്ത്, എന്നാലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത സ്റ്റേജിലോട്ട് പോകാനായിട്ട് ഹെൽത്തി ആയിട്ട് ഓരോ സ്റ്റേജും ഓവർകം ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ സക്സസ്ഫുള്ളി എല്ലാ കാലഘട്ടവും നമ്മൾ നന്നായിട്ട് റിസോൾവ് ചെയ്ത് മുന്നോട്ട് നമ്മൾ ലിബിഡോ സാറ്റിസ്ഫൈ ചെയ്ത് മുന്നോട്ട് പോയാൽ ഒരു ഫുള്ളി മെച്യൂർ പേഴ്സണാലിറ്റി മനുഷ്യർക്കുണ്ടാകും എന്നാണ് ഫ്രോയിഡിൻ്റെ തിയറിയിൽ പറയുന്നത്. സോ ഇതൊരു ഇൻഫാൻറ്റ് സ്റ്റേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫ്രോയിഡിൻ്റെ തിയറിയിൽ നമ്മൾ ഒന്നും കൂടെ ഓർക്കേണ്ടതാണ്. ഇൻ ദ ഇൻഫാൻറ്റ് ഫെയിൽസ് ടു വീൻ, അതായത് ഇഫ് ദ ഇൻഫാൻറ്റ് ഫെയിൽസ് ടു വീനിങ് എന്ന് പറയുന്നത് മുലകുടി നിർത്തുന്ന കാലഘട്ടം, അല്ലെങ്കിൽ വീൻ ഹാർഷ്ലി ഓർ ഇൻകംപ്ലീറ്റ്ലി, അതായത് നമ്മൾ നന്നായിട്ട് പാലുകുടി നിർത്തുന്ന പ്രവർത്തനത്തിനാണ് നമ്മൾ വീനിങ് എന്ന് പറയുന്നത്. അത് ഇൻകംപ്ലീറ്റ് ആയിട്ടോ ഹാർഷായിട്ടോ ഒക്കെയാണ് അത് ചെയ്യുന്നതെങ്കിൽ ഹി വിൽ ബിക്കം ഫിക്സേറ്റഡ് അറ്റ് ദ ഓറൽ സ്റ്റേജ്. ആ സ്റ്റേജിൽ നമ്മൾ ഫിക്സേറ്റഡ് ആവുന്നതാണ്. അത് കുഞ്ഞിനെ വളരെ കംഫർട്ടബിൾ ആയിട്ട്, കുഞ്ഞിനെ ഉപദ്രവിക്കാത്ത രീതിയിൽ, കുഞ്ഞിന് ഒരു ഷോക്ക് കൊടുക്കുന്ന രീതിയിലായിരിക്കരുത് വീനിങ് പ്രോസസ്സ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. അതല്ലെങ്കിൽ അവിടെ ഓറൽ ഫിക്സേഷൻ ഉണ്ടാകും. ലേറ്റർ ലൈഫിൽ ഡിപ്പെൻഡൻസിയും അഡിഷൻസും നമുക്ക് അനുഭവപ്പെട്ടേക്കാം. So he will develop an oral character in which he will feel dominated by feelings of dependency and hopelessness. As we successfully overcome the challenges of weaning and gaining control over the ability to satisfy the oral desires, we move to the next stage of development. അല്ലേ, അത് സക്സസ്ഫുള്ളി നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോകേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. The Freud search for the answer to this lead him to the discovery of that the clues to understanding the uniqueness of individual personality are found in ഇൻഫാൻസി ആൻഡ് ചൈൽഡ്ഹുഡ്. സോ ഇങ്ങനെ വിശദീകരിച്ചത് കൊണ്ട് ഒരു മനുഷ്യൻ്റെ പേഴ്സണാലിറ്റിയുടെ ഫൗണ്ടേഷൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യുണീക്ക്നെസ്, ഓരോ മനുഷ്യനെയും വ്യത്യസ്തനാക്കുന്നത്, ഓരോ മനുഷ്യനെയും മനസ്സിലാക്കേണ്ടതും അല്ലേ, അത് ഓരോ മനുഷ്യൻ്റെയും ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റിയെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇൻഫാൻസിയുടെയും ചൈൽഡ്ഹുഡിലെയുമുള്ള അവരുടെ ഇത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റിനെയാണ്. അദ്ദേഹം വിശദീകരിച്ചിട്ടുള്ള ലിബിഡയുടെയും ഇറാജിനസ് സോൺസിൻ്റെയും ഫിക്സേഷനും ഒക്കെ മനസ്സിലാക്കി വേണം ഇൻഡിവിജ്വൽ ഡിഫറൻസസിനെ മനസ്സിലാക്കാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് ഫ്രോയിഡ് സെർച്ച് ഫോർ ദ ആൻസർ ടു ദിസ് ലീഡ് ഹിം ടു ദ ഡിസ്കവറി ദാറ്റ് ദ ക്ലൂസ് ടു അണ്ടർസ്റ്റാൻഡിങ് ദ uniqueness of an individual personality are found in infancy and childhood എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ സൈക്കോ സെക്ഷൽ തിയറിയാണ്. സൈക്കോളജി എന്ന സയൻസിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് വളരെ ലാൻഡ്മാർക്കിംഗ് ആയിട്ടുള്ള ഒരു തിയറി ആയിരുന്നു സൈക്കോ സെക്ഷൽ തിയറി എന്നത്. അദ്ദേഹത്തിൻ്റെ തിയറി മറ്റു പല സൈക്കോളജിയുടെ ഡെവലപ്മെൻറ്റിന് ഉതകുന്ന വിധം മറ്റു പല തിയറിക്കും വഴിതിരിച്ചു വിട്ടു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിൻ്റെ ബേസിൽ. എല്ലാവർക്കും ഇത്രയും നേരം ക്ലാസ് ശ്രദ്ധിച്ചതിന് എല്ലാവർക്കും താങ്ക് യു.